കവിഞ്ഞൊഴുകുന്നത് മൂലവും കടലിലെ വെള്ളത്തിൻ്റെ വ്യാസം വർദ്ധിക്കുന്നത് മൂലവും നമ്മുടെ കടലിൻ്റെ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. The mean sea level has been rising. And in the Kochi coastal regions in the past few decades, the rise has been as high as nearly 30 to 50 centimeters. ഇത്തരത്തിലുള്ള ഒരു കടലിൻ്റെ കയറ്റം പല വിധത്തിൽ തീരദേശത്തിൻ്റെ ജീവിതങ്ങളെ ഓൾറെഡി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് പലപ്പോഴും ഇപ്പോഴും കാഠ്യവിഷയമോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് കൂടുതൽ മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ വയനാട്ടിൽ മണ്ണിടിക്കുമ്പോഴോ അനുഭവിക്കുന്ന ചില മനപ്രയാസങ്ങളാണെങ്കിൽ കടലോര പ്രദേശത്ത് തീരദേശത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നിത്യേന അനുഭവിക്കുന്ന ഒരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു. അവരുടെ ജീവിതങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ, ജീവിത മാർഗങ്ങളെ ഇത് മാറ്റിമറിച്ചിട്ടുണ്ട്. ഈ ഒരു റിയാലിറ്റിയിൽ നിന്നിട്ടാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് എങ്ങനെ ഇതിൽ ഒരു പങ്ക് വഹിക്കാനാവും, അതിൻ്റെ മാർഗങ്ങൾ എന്തായിരിക്കും, അത് ഇപ്പോൾ പിന്തുടർന്ന് വന്ന രീതികളിൽ മാത്രം ചെയ്താൽ മതിയോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഒരു അവലോകനം കൂടിയാണ് ഇന്നത്തെ ഡിസ്കഷൻ. അപ്പോൾ തുടക്കം എന്നുള്ള രീതിയിൽ ഇവിടെ എല്ലാവരുടെ ഒരു പ്രവൃത്തി മേഖല ഇതിലേക്ക് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ശ്രീ രതീഷ്, താങ്കളുടെ ഒരു പ്രവൃത്തി എങ്ങനെയുണ്ടായിരുന്നു? താങ്കളുടെ ഒരു പ്രവൃത്തി പരിചയപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെറുതായി ഞാൻ എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ്. എൻ്റെ പ്രവൃത്തി മേഖലയെന്ന് ഞാൻ പഞ്ചായത്ത് കഴിഞ്ഞ 15 വർഷത്തോളമായി, 14ാമത്തെ വർഷമാണ്. ഞാനൊരു പൊക്കാളി കർഷകനാണ്, മത്സ്യ കർഷകനാണ്. എഴുതിക്കര എന്ന കൊച്ചു ഗ്രാമം, സാധാരണക്കാരായിട്ടുള്ള കർഷകത്തൊഴിലാളി കർഷകത്തൊഴിലാളിയുള്ള ഗ്രാമമാണ്. എൻ്റെ പഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 9 കിലോമീറ്റർ നീളത്തിൽ 350 മീറ്റർ വീതിയിലാണ് എൻ്റെ പഞ്ചായത്ത് ഉള്ളത്. അപ്പോൾ ആ പഞ്ചായത്തിലെ എൻ്റെ ലക്ഷ്യം, ഞങ്ങളുടെ ലക്ഷ്യം, പഞ്ചായത്ത് ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങളെല്ലാം അവിടെ വിട്ടുപോകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അവരെ അവിടെ നമുക്ക് നിലനിർത്തണം എന്നുള്ള ലക്ഷ്യത്തിൽ നീങ്ങുമ്പോഴാണ് ഞങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഞങ്ങൾ പഞ്ചായത്തിലേക്ക് എത്തിയത്. ഒരു വേലിയേറ്റ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏരിയ പഞ്ചായത്തിൽ നമ്മൾ വേലിയേറ്റ വെള്ളപ്പൊക്കമല്ല, നമ്മുടെ വെള്ളപ്പൊക്കം കഴിഞ്ഞ 2020 വെള്ളപ്പൊക്കമായിട്ട് കാര്യത്തിൽ ഞങ്ങൾ പഞ്ചായത്ത് സഹായിക്കുകയും പലതരം അതിപ്പോഴാണ് സാഹചര്യം പഞ്ചായത്ത് ഞങ്ങളിങ്ങനെ അവസ്ഥയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഡോക്ടർ മധുസാറും ഡോക്ടർ ശ്രീസാറൊക്കെ പഞ്ചായത്തിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു 4 വർഷത്തോളമായി ഞങ്ങളുടെ പഞ്ചായത്തിൽ ഏറ്റവും വെള്ളപ്പൊക്കവും മറ്റുള്ള പല പ്രശ്നങ്ങളുമായിട്ട് കാലാവസ്ഥ ചെയ്തതെല്ലാമായിട്ട് പഞ്ചായത്തിലുണ്ട്. ഞങ്ങൾ സഹായിക്കുന്നത് അപ്പം ആ സഹായത്തിലേക്ക് നടന്നു പോയി കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ പ്രവർത്തികളുടെ ഒരു പൂർത്തീകരണത്തിൽ ഞങ്ങളുടെ പഞ്ചായത്ത് ജനങ്ങളെ അവിടെ നിലനിർത്താനും അവിടെയുള്ളവരെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയിലേക്ക് ഞങ്ങളൊരു ആ ഒരു പരീക്ഷണം ഞങ്ങളൊരു DPR ഞങ്ങളുടെ ജനങ്ങൾ ചെയ്യുന്നത്. ആ DPR തയ്യാറാക്കുന്നത് ഡോക്ടർ മധുസൂദൻ, ഡോക്ടർ ശ്രീജി ജയറാം സാറുമാണ് ഞങ്ങളുടെ പഞ്ചായത്തിന്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എങ്ങനെയെങ്കിലും ജനങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു DPR സർക്കാരിലേക്ക് ചെയ്യും. അത് ഞങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലേക്ക് 27ഓളം പഞ്ചായത്തുകൾ നമ്മുടെ ജില്ലയിലേക്ക് വെള്ളപ്പൊക്കമുണ്ട്. അവർക്ക് എല്ലാവർക്കും മാതൃകയായിട്ടൊരു പ്രപ്പോസലായിരിക്കും ഈ ഇവിടെ നമുക്ക് ഉണ്ടാവുന്നത്. എന്നാൽ കുറച്ച് അതിന് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ വേലിയേറ്റ വെള്ളപ്പൊക്കം വന്നപ്പോഴും പ്രശ്നമില്ലെങ്കിൽ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ വീടുകൾ തന്നെ ഒരു 15 വർഷം പോലും ഒരു വീട് വെച്ചില്ല നിലനിൽക്കില്ല. ഉപ്പുവെള്ളം കയറി വീട് തെല്ലിപ്പോയി, വീട് നശിച്ചു പോകുന്നില്ല. ആ ഒരു പ്രശ്നം വേലിയേറ്റ വെള്ളപ്പൊക്കം. പിന്നെ മത്സ്യകർഷകനാണെങ്കിൽ മത്സ്യകർഷകരെ അവിടെ വിട്ടു പോകുന്ന പ്രശ്നം, പൊക്കാളി കൃഷിയില്ലാത്ത അവസ്ഥ, അങ്ങനെ ജനങ്ങൾ ആകെ വിട്ടുപോകുന്ന അവസ്ഥയിലാണ് ഞങ്ങളെ സഹായിക്കാനായിട്ട് ഇതുവരെ ചെയ്യുന്നത്. അപ്പോൾ അവർ ആ പ്രോഗ്രാമിലാണ് ഇന്ന് അതിൻ്റെ അവതരണം ഉണ്ടാവുന്നത്. എന്നാൽ ബാക്കി നമുക്ക് ചർച്ച ചെയ്ത് പറയാം. ശ്രീ രതീഷ് പറഞ്ഞത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ നമ്മളൊന്നും അധികം അറിഞ്ഞിട്ടില്ലാത്ത വേലിയേറ്റ വെള്ളപ്പൊക്കം എന്നൊരു പ്രശ്നത്തെ കുറിച്ചിട്ടാണ്. അതെന്താണെന്നും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും അതിലേക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളും പരിഹാരങ്ങളും എങ്ങനെ കയറി വരുന്നു എന്നുള്ളതും നമുക്ക് പറയാൻ മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് നമസ്കാരം. ഞാൻ എൻ്റെ ബേസിക് ഡിഗ്രി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗാണ്. NIT കാലിക്കറ്റിൽ നിന്ന് ഇന്നത്തെ NIT കാലിക്കറ്റ്, അന്നത്തെ RC കാലിക്കറ്റിൽ നിന്ന് പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിട്ടുള്ളത് ഏകദേശം 25 വർഷം ഇവിടെ അടുത്ത് തന്നെയുള്ള കൊച്ചി റിഫൈനറീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്.
ഒരു 10 വർഷം മുമ്പ് ഞാൻ അവിടെ നിന്ന് വളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തതിന് ശേഷം എനർജി മാനേജ്മെൻറ്റിൽ PhD ചെയ്യുകയും പിന്നീട് കൂടുതൽ പ്രവർത്തന മേഖല ഫോക്കസ് ചെയ്തിരുന്നത് ക്ലൈമറ്റ് ചേഞ്ചും എനർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഇക്കണോമിൻ്റെ ഒരു എനർജി ഓഡിറ്റർ എന്നുള്ള രീതിയിൽ 1998 മുതൽ PCRAയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന രീതിയിൽ വർക്ക് ചെയ്യും. എനർജി ഓഡിറ്റിംഗ് കുറച്ച് കാലമായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ഫോക്കസ് ഏരിയ എനർജിയാണ്. ഇന്നിപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യൻ്റെ ഊർജ ആവശ്യങ്ങൾ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് ഊർജ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും അതിനെ അഡ്രസ്സ് ചെയ്യാതെ ഹ്യൂമൻ എനർജി നീഡ്സിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൊല്യൂഷനും എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനർജി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി മേഖലയുടെ പരിചയം, അദ്ദേഹം ഒരു ഫുൾ ബ്രൈറ്റ് അലുമിനി കൂടിയാണ്. 2 തവണ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടി. ബെർക്ക്ലി ലാബിൽ വരെ പോയി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ ജയരാമൻ. അതിൻ്റെ ഒരു പരിമിത ഫലമായി ഒരു ഫുൾ ബ്രൈറ്റ് അലുമിനി ഫെലോഷിപ്പ് ഇക്വിനോക്സിന് ലഭിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വേലിയേറ്റ വെള്ളപ്പൊക്കത്തെ കുറിച്ചിട്ട് ആദ്യമായി ഇന്ത്യയിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ വേലിയേറ്റ വെള്ളപ്പൊക്കം എന്ന പ്രശ്നം എങ്ങനെയാണ് കാലാവസ്ഥാ വ്യതിയാന കാലത്ത് അധികരിക്കുന്നതെന്നും അതൊരു ദുരന്ത സ്വഭാവമുള്ള ഒരു കാര്യമായി മാറുന്നതെന്നും ആദ്യമായിട്ട് പഠിച്ചത് ഈ ഒരു ഫുൾ ബ്രൈറ്റ് അലുമിനി സ്കോളർഷിപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതിനെക്കുറിച്ചും നമ്മൾ ചർച്ചയിൽ കൂടുതൽ മനസ്സിലാക്കുന്നതാണ്. ഇനി ശ്രീ ഷാജൻ, താങ്കളുടെ ഒരു പടർന്നു വന്നിട്ട് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എറണാകുളം ജില്ലയുടെ വടക്ക് പടിഞ്ഞാററ്റത്തുള്ള പുത്തൻവേലിക്കര പഞ്ചായത്ത് ചാലക്കുടിയാറും പെരിയാറും ഒന്നിച്ച് ചേർന്ന് കടലിലേക്ക് എത്തിച്ചേരുന്ന ആ പുഴയുടെ തീരത്താണ് ഞങ്ങളുടെ ഗ്രാമം. കായലും പുഴയും നെൽപ്പാടങ്ങളും കുന്നുകളും ഒക്കെയുള്ള വളരെ മനോഹരമായ സ്ഥലം. നിങ്ങളൊക്കെ ആ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും കുടിക്കാൻ വെള്ളമില്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടുതൽ അമ്മമാർ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു വലിയ ഒരു നമുക്ക് വിഷമം തോന്നുന്ന ചില കാഴ്ചകൾ കണ്ടാണ് ഞാൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് എത്തിച്ചേരുന്നത്, എന്തുകൊണ്ടാണ് ഇവിടെ ഈ പൈപ്പിൽ വെള്ളം കിട്ടാത്തത് എന്നുള്ള ഒരു അന്വേഷണമാണ് എൻ്റെ പഠനത്തിൻ്റെ ആദ്യ ഘട്ടം. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ഇവിടെ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ പൈപ്പും പദ്ധതിയും പമ്പ് ഹൗസും പുഴയും അങ്ങനെ ചാലക്കുടി പുഴയുടെ ഉത്ഭവവും ഇപ്പോൾ പെരിയാറിൻ്റെ ഉത്ഭവവും അങ്ങനെ ഈ 2 നദീതടങ്ങളിലൂടെയുള്ള യാത്രകളും അതിനെ തുടർന്ന് 2018 വലിയ പ്രളയവും ആ പ്രളയം ഉണ്ടാക്കിയ ആ വലിയ ആഘാതവും ഇതെങ്ങനെയാണ് ഈ വലിയ ആഘാതം എങ്ങനെ കുറയ്ക്കാൻ കഴിയുമെന്നുള്ള ഡോക്ടർ മധുസൂദനോടൊപ്പമുള്ള അല്ലെങ്കിൽ മധുസൂദൻ്റെ നേരത്തെ കൂട്ടിയുള്ള മുന്നറിയിപ്പും അല്ലെങ്കിൽ അതിനുശേഷമുള്ള പഠനവും തുടർന്ന് ഇക്നോട്ടിലേക്ക് എത്തിച്ചേർന്നതും ഇപ്പോൾ ഈ പുഴ എത്തിച്ചേർന്നപ്പോൾ ഈ 2018 ശേഷം ഈ കായൽ തീരങ്ങളിൽ ഉണ്ടായിട്ടുള്ള വേലിയേറ്റ വെള്ളപ്പൊക്കം ആ തീരദേശ ഗ്രാമങ്ങളിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എങ്ങനെ അതിജീവിക്കാം എന്നുള്ളൊരു പഠനത്തിലും പ്രവർത്തനത്തിലുമൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. കുട്ടികളും മുതിർന്നവരും കർഷകരും മത്സ്യത്തൊഴിലാളികളും വിദ്യാർത്ഥികളും നാട്ടുകാരെല്ലാവരും ഒരുമിച്ചുള്ള ഒരു പഠനമാണ്. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അവരോടൊപ്പം പ്രവർത്തിക്കുന്നു. താങ്ക് യു. ഷാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 18 പ്രളയത്തിന് ശേഷം ഈ
ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ജനകീയമായിട്ട് എങ്ങനെ ശാസ്ത്ര സാങ്കേതിക രീതിയിലുള്ള പരിഹാരം ഇതിലേക്ക് കടക്കാൻ പറ്റും, ജനങ്ങളുടെ ശാസ്ത്രം എന്താണ് തുടങ്ങിയ അന്വേഷണങ്ങളുടെ തുടക്കത്തിലാണ് ഒരു 20 കൊല്ലമായിട്ടുള്ള പരിചയമായ ഷാജനായിട്ട് CRC പുത്തൻവേലിക്കര, കമ്മ്യൂണിറ്റി റിസോഴ്സ് സെൻറ്റർ പുത്തൻവേലിക്കര എന്ന ഒരു ജനകീയ സ്ഥാപനം 18ലെ പ്രളയത്തിന് ശേഷം, 18ലെ പ്രളയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും എത്രമാത്രം ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത്. കുട്ടികളാണോ വയസ്സായവരാണോ ഒന്നും നോക്കാതെ അന്ന് ഉണർന്ന് പ്രവർത്തിച്ച ഒരു പറ്റം ആൾക്കാർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അത്തരം ആൾക്കാർ ഒരുമിച്ച് കൂടി തുടങ്ങി വെച്ചതാണ് CRC പുത്തൻവേലിക്കര. CRC പുത്തൻവേലിക്കരയുമായി ചേർന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കിടയിലാണ് വേലിയേറ്റ വെള്ളപ്പൊക്കം എന്ന പ്രശ്നത്തെ കുറിച്ച് നമ്മൾ ആദ്യം അറിയുന്നത് തന്നെ. ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ പിന്നിൽ കാണുന്ന പടത്തിൽ കാണുന്നത് ഷാജിൻ്റെ മകനാണ്. ഇത് 5 കൊല്ലം മുമ്പ് ജനകീയമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക രീതികളുടെ ഒരു അവലംബം എങ്ങനെയായിരിക്കണം എന്നുള്ള ആലോചിച്ച് തുടങ്ങിയ സമയത്ത് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണ്. 5 കൊല്ലങ്ങൾക്ക് ഇപ്പുറം പീറ്റർ ഇപ്പോഴും ഈ മഴവെള്ളത്തിൻ്റെ കണക്ക് നിത്യേന എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കഥയിലെ ഒരു ഘടകം ഇതാണ്. ഷാജന് ശേഷം ഞാൻ ഡോക്ടർ മധുവിലേക്ക് കിടക്കുകയാണ്. ഡോക്ടർ മധുവിൻ്റെ പ്രവൃത്തി മേഖല ചുരുക്കി ഒന്ന് പറയാമെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ട്രൈബൽ മേഖലകളിലൊക്കെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് വളരെ ചെറിയ മൈക്രോ ലെവലിലുള്ള വൈദ്യുത പദ്ധതി ഉൽപ്പാദിപ്പിക്കുക, അത് ജനങ്ങളുമായി ചേർന്നുകൊണ്ട് ചെയ്യുക, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി എത്താത്ത, കറണ്ട് എത്താത്ത പ്രദേശങ്ങൾ, വൈദ്യുതി എത്താത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ജനകീയമായിട്ട് വൈദ്യുതി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെയും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെയും ഭാഗമായിട്ട് ഇന്ത്യയുടെ പല സ്ഥലത്തും നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുഴകൾ, വൈദ്യുതി പ്രത്യേകിച്ച് ജലത്തിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലക്ഷ്യത്തോടെയാണ് പോയതെന്നുണ്ട്. നമ്മുടെ പുഴകൾ പലതും ഇന്ന് ഒഴുകുന്നില്ല എന്നുള്ളതും അതെന്തുകൊണ്ടാണ് പുഴകൾ ഒഴുകാത്തത് എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും വെള്ളവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പുഴകളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നമ്മുടെ പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗാട്സുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ജൈവസമ്പന്നമായിട്ടുള്ള ഈ പ്രദേശം ലോകത്തിൻ്റെ തന്നെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു പ്രദേശമാണ് എന്ന് തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വളരെയധികം പഠനങ്ങൾക്ക് അങ്ങനെ കുറച്ച് മാത്രം പഠിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് വെസ്റ്റേൺ ഗാട്സ്. ഇപ്പോഴും നിങ്ങൾക്കറിയാം, പേപ്പറുകൾ തുറക്കുമ്പോൾ മിക്ക ദിവസങ്ങളിലും പുതിയ സ്പീഷീസിനെ കണ്ടെത്തി എന്നുള്ളതും പുതിയ തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ നിലനിൽക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന പലതരത്തിലുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ടെക്നോളജിയുടെ പെർസ്പെക്റ്റീവിൽ ഇത്തരത്തിലുള്ള ജൈവ സമ്പത്തിന് അല്ലെങ്കിൽ ഒരു ബയോഡൈവേഴ്സിറ്റിക്കൊക്കെ വളരെ കുറഞ്ഞ പ്രാധാന്യം മാത്രമേ നൽകാറുള്ളൂ. പക്ഷേ കാലാവസ്ഥാ വ്യതിയാന കാലത്തിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള ജൈവസമ്പത്ത്, ഇത്തരത്തിലുള്ള ജൈവ അവസ്ഥകൾക്ക് ലോക കാലാവസ്ഥയെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ച് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്ന സ്ഥലം, അതായത് ഏകദേശം 2000 മില്ലിമീറ്ററിന് മുകളിൽ മഴ കിട്ടുന്ന ട്രോപ്പിക്കൽ, ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന പ്രദേശം എന്നുള്ള രീതിയിൽ ഉള്ള പ്രദേശം ഭൂമിയിൽ തന്നെ ആകെ, ഭൂമിയുടെ മൊത്തം പ്രദേശം എടുത്താൽ ആകെ 7% കുറവേ ഉള്ളൂ. ഈ 7% കുറഞ്ഞ് ഉള്ള സ്ഥലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം, ഓപ്പറേഷൻ ഉണ്ടാകുന്നതാണ്. ഓഷൻ, ഗ്ലോബൽ ഓഷൻ സർക്കുലേഷനിലേക്ക് ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടർ 5% വരുന്ന പ്രദേശത്തു നിന്നാണ്. ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ആയിട്ടുള്ളതും ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്ന ഒരു പ്രദേശത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉണ്ടാകുന്ന ഒരു പ്രദേശമാണിത്. ഈ 5% അല്ലെങ്കിൽ 7% നൽകുന്ന പ്രദേശത്താണ് ഭൂമിയിലെ തന്നെ ഡൈവേഴ്സിറ്റിയുടെ 50%, ഭൂമിയിലെ തന്നെ ഫോറസ്റ്റിന്റെ 40%. ഇതെല്ലാം ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രദേശമാണ്. അപ്പം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇതിൻ്റെ ജൈവികമായിട്ടുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കുകയും ഇത് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് പ്രദേശങ്ങൾക്ക് എന്ത് മാറ്റം വരുന്നു, ഇതെങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നത് തുടങ്ങിയുള്ള അന്വേഷണങ്ങളാണ് എന്നെ ഇത്തരത്തിലുള്ളൊരു യാത്രയിലേക്ക് തുടങ്ങി വെച്ചത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഞാൻ പഠിച്ചത്, എനിക്ക് പരിചയമില്ലാത്ത, എനിക്കറിയാത്ത പ്രദേശങ്ങളിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ജോഗ്രഫി എനിക്കറിയില്ല, അവിടുത്തെ ഹൈഡ്രോളജി എനിക്കറിയില്ല, അവിടുത്തെ പ്രദേശത്തിന്റെ വഴികൾ എനിക്കറിയില്ല. ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് ആ പ്രദേശത്തെ ആൾക്കാരാണ്. അപ്പം സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ പഠിക്കുന്നതിനപ്പുറത്ത് ജനങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്
എന്നുള്ള തിരിച്ചറിവാണ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഇക്കിനോട്ട് എന്നുള്ള ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ അത് ഇക്വിറ്റോറിയൽ റീജിയനെ റെപ്രസെന്റ് ചെയ്യുന്ന ഭൂമധ്യരേഖയെ ബന്ധിക്കുന്ന പ്രദേശം എന്നുള്ള രീതിയിൽ അപ്പുറത്ത് കമ്മ്യൂണിറ്റി സോഴ്സ്ഡ് മോഡലിംഗ് സൊല്യൂഷൻ, ജനങ്ങളുടെ അറിവിനെ എങ്ങനെ ഉപയോഗിച്ച് നമുക്ക് പ്രശ്നപരിഹാരങ്ങളിലേക്ക് പോകാം എന്നുള്ള ഒരു ആശയം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടുതൽ നമുക്ക് സംസാരിക്കാം. തൽക്കാലം ഇവിടെ ശ്രമിക്കാം. 18 പ്രളയം തന്നെയാണ് ഡോക്ടർ സ്മിത ഗോപിനാഥിനെ നമ്മുടെ ഒരു ഭരണ പദത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. ഇൻസിഡൻ്റലി ഡോക്ടർ മധുസൂദനൻ ആൻഡ് ഡോക്ടർ സ്മിത ക്ലാസ്മേറ്റ്സ് ഡ്യൂറിംഗ് ദിയർ എഞ്ചിനീയറിംഗ് ഡേയ്സ് ഇൻ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. പക്ഷേ 18 പ്രളയകാലത്ത് നമ്മളെല്ലാം തന്നെ പഴയ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ പൊടിതട്ടിയിട്ട് എല്ലാവർക്കും ഒരേ ലക്ഷ്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ആൾക്കാരെ സഹായിക്കാൻ പറ്റുക, ദുരിതത്തിൽ ആഴ്ന്നു കിടക്കുന്നത്. ആ സമയത്തുള്ള ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് എന്നുള്ള സഹായത്തിൽ അപ്പുറം കടന്ന പക്ഷേ സ്മിതയായിട്ടുള്ളവർക്ക് തുടർന്നും നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് ഈ വേലിയേറ്റ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതത്തിന് ഒരു അറുതി വരുത്താൻ സഹായകമാകുന്ന തരത്തിലുള്ള ഒരു ഗവേഷണമാണ് സ്മിത ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അറിവിലേക്ക് നമ്മളെത്തുന്നത്. അഗൈൻ അതിനെക്കുറിച്ചുള്ള സംസാരം പിന്നീടാവാം. പക്ഷേ ഇപ്പോൾ ഡോക്ടർ സ്മിതയെക്കുറിച്ച് ഒരു സ്മിതയുടെ റിസർച്ച് എന്നതിനെക്കുറിച്ചാണ് എവിടെയാണ് നമുക്ക് തോന്നുന്നത്. Thank you, Dr. Shrija. So very good morning. It's not yet 12. So first of all, let me express my sincere thanks for having me here to be a part of this SustainX building tomorrow. Because whenever we go for a conference, we used to see a lot of student participation. But since being a student-led participation, I have extra happiness to participate in this particular event. So as Dr. Shrija mentioned, I belong to Structural Engineering Research Center, which is a laboratory under Council of Scientific and Industrial Research, which is under Ministry of Science and Technology. So construction field mein beti parayanengil, whenever we used to design a building or an infrastructure, earlier days we used to think of having a service life of around 50 years. But now today the demand is the structure with 100 years. So നമ്മൾ ആ 50 to 100 എത്താൻ വേണ്ടി what are things are around us, what are things we have done, are there sufficient innovations and interventions happening, our people are also on the board with science and technology. So these are some of the points we always think about and debate in our organization. And also, as I said earlier, when we used to design a structure, it was only for strength, like in 1950s and so. When it is 1980, we started thinking about durability. That means structure should not degrade. Earlier, structure should not collapse. Then it is structure should not degrade. Then came the words like eco-friendliness, environmental friendliness, and so on. The structure should not harm the environment. Because of the construction, environment should not get harmed. Then we started talking about sustainability. Whatever we do today should also be valid for tomorrow. Then we started talking about resilience. That is why the importance of today's discussion also starts from. So the structure which are built should be able to adapt, withstand and recover to its original position irrespective of whatever happens around it. That is resilience. Now what is the demand? Climate resilience and climate resilient infrastructure creation. That is the major topic, and I am working in an area called textile reinforced concrete. I am very sure all of you are familiar with the term concrete. But textile reinforced concrete is നമ്മുടെ ക്ലോത്തിനെ പറ്റി അല്ല സംസാരിക്കുന്നത്. There is something called built-up textile, which is a non-metallic textile. So corrosion is a major problem which we are facing in coastal area and so on can be completely avoided if we can shift our thinking towards the adaptation of this kind of material. So I will be talking about more as we go along the discussion. So thank you. Thank you all. എൻ്റെ മനസ്സിലെത്തിയ ഒരു ഇതെന്താ വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു റാൻഡം കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. പക്ഷെ ഇപ്പോൾ ഒരാൾ വാതിൽ തുറന്ന് വരികയാണെങ്കിൽ കാണുകയാണെങ്കിൽ അങ്ങനെ തന്നെ തോന്നുന്നു. 2 പൊതുപ്രവർത്തനത്തിൽ സമർത്ഥരായ 2 വ്യക്തികൾ, ബാക്കി 3 എഞ്ചിനീയർമാർ, അതിൽ ഒരാൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ബാക്കി 2 പേര് ടെക് സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗം. ഇതൊന്നുമല്ലാത്ത ഒരു അഗ്രികൾച്ചറൽ എക്കണോമിസ്റ്റായ ഞാൻ. പക്ഷെ നമ്മളെല്ലാവരും കൂട്ടിക്കെട്ടുന്ന ഒന്നുണ്ട്. അത് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ദൃഢമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു സൗഹൃദത്തിനപ്പുറത്ത് നമ്മളെല്ലാവരെയും ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം എന്ന ഒരു ദുരന്താവസ്ഥ, ഭൂമിയെ തന്നെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്താവസ്ഥയ്ക്ക് എങ്ങനെ പരിഹാരം കാണാം,
ഇത്തരത്തിലുള്ള അവസ്ഥയിൽ എങ്ങനെ ജീവിതം സാധ്യമാകും തുടങ്ങിയ നമ്മളെ അത്രമേൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാം എന്നുള്ള ഒരു കാര്യം കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ആലോചിച്ച് വയ്ക്കണം. ഒന്ന്, എങ്ങനെയാണ് ഒരു പരിഹാരത്തിലേക്ക് പൊതുവെ കടക്കുന്നത്? There is always science and technology behind any solution building these days. But how is that science and technology deployed? Who does this? Who has the agency of deciding what is the solution that I want? And who is responsible for providing that solution? ഇത്തരത്തിലുള്ള ചില വളരെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളുണ്ട്. ആരാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ പരിഹാരമാകുന്നത്? അത് അതിൻ്റെ ആവശ്യമുള്ള ജനതയിലേക്ക് എത്തിക്കേണ്ടത് അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ്? അതിന് നിങ്ങൾക്ക് ഒരു പങ്കുണ്ടോ? അതോ അത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഗവൺമെന്റിലോ ഇരിക്കുന്ന ഏതോ ഒരാൾ ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ്? നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് കാലാവസ്ഥ വ്യതിയാനം പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അതിലൊന്നാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു ഉപയോഗം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങളുടെ പരിഹാരത്തിലേക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ഇന്ന് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം. അപ്പം അതിന് മുന്നായിട്ട് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, വേലിയേറ്റ വെള്ളപ്പൊക്കം എന്ന പ്രശ്നം നമ്മൾ അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒന്നാണ്. പക്ഷേ ദിവസം എന്നോണം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 5000-ഓളം ആൾക്കാരുടെ കുടുംബങ്ങളുടെ വിഷമാവസ്ഥയിൽ നിത്യേന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ശ്രീ രതീഷിൽ നിന്ന് തന്നെ നമുക്ക് വേലിയേറ്റ വെള്ളപ്പൊക്കം എന്താണെന്നും അതിൻ്റെ ദുരന്താവസ്ഥകൾ എന്താണെന്നും അതിനുള്ള ഒരു പരിഹാരം ഇദ്ദേഹം എങ്ങനെയാണ് വിഭാവനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ പഞ്ചായത്ത് 9 കിലോമീറ്റർ നീളത്തിൽ 150 മീറ്റർ വീതിയുള്ള പഞ്ചായത്ത്, 14 വാർഡുണ്ട് എൻ്റെ പഞ്ചായത്ത്. 12 വാർഡും ഈ പറഞ്ഞ വാർഡിൻ്റെ സൈഡിൽ നീളത്തിൽ കിടക്കുന്ന 12 വാർഡിലെ ജനങ്ങളുടെ ഒരു 15-20% 30% ജനങ്ങളും വേലിയേറ്റ വെള്ളപ്പൊക്കത്തിൽ രാവിലെ എഴുന്നേൽക്കുക 30ഓളം വെള്ളം അല്ലെങ്കിൽ പാദത്തിൽ വെള്ളം, 10 സെൻറ്റിമീറ്റർ വെള്ളം, 30 സെൻറ്റിമീറ്റർ വെള്ളം ഇങ്ങനെയൊക്കെ പഞ്ചായത്ത് പ്രശ്നമാണ്. ഞങ്ങൾ സ്വന്തം കണ്ടിരുന്നത് ഏരിയയിലാതെ വരുന്ന സാധാരണക്കാരുടെ പഞ്ചായത്ത് സ്വന്തം കണ്ടിരുന്നത് പഞ്ചായത്ത് വളരെ ഭംഗിയുള്ള പഞ്ചായത്ത് കാണാൻ. പ്രകൃതിയെ ഇതുവരെ ആരും നശിപ്പിക്കേണ്ട കാളിപ്പാടങ്ങളും കാളിക്ക് മത്സ്യകൃഷി മാത്രം നാച്ചുറലായിട്ട് പോകുന്ന പഞ്ചായത്ത്, ഒന്നും പാടങ്ങൾക്ക് മൂടാത്തൊരു പഞ്ചായത്തിനല്ല. അപ്പോൾ അതിന് ഞാനൊരു 15 വർഷമായി പഞ്ചായത്തിൽ കണ്ടിരുന്നു. അപ്പോൾ പഞ്ചായത്ത് സാധാരണക്കാർ മാത്രമല്ല മത്സ്യകൃഷികളുടെ പഞ്ചായത്ത് ജനങ്ങൾ ചെറുപ്പക്കാർക്ക് തന്നെ ഒരു മത്സ്യകൃഷി കാർഷികരൊന്നും ആർക്കും താല്പര്യമില്ല. ഞാൻ അതിൻ്റെ അടുത്ത് പറയാം, താല്പര്യമില്ലാതെ അങ്ങനെ ഞാനൊരു 8 വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ എന്നെ പാടത്ത് വളർത്തിയൊക്കെയാണ്, കൃഷിപ്പണിക്കൊക്കെയാണ്, കളി കൃഷി പാടത്തിലൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മകൻ മോൾക്ക് 10 വയസ്സായി, മകന് 7 വയസ്സായി. അവർ രണ്ടുപേരും വീട്ടിൽ കൃഷിക്കിറക്കണം. ഞാൻ ആ രീതിയിൽ തന്നെ എൻ്റെ നാട്ടിൽ നിൽക്കണം, നിലനിൽക്കണം എന്ന് ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു വർഷം 3-4 വർഷമായിട്ട് അവർക്കും ഈ വേലിയേറ്റം പോലുള്ള വെള്ളപ്പൊക്കത്താൽ അവിടെ നിൽക്കാൻ പറ്റുമോ എന്നൊരു പ്രതിസന്ധിയില്ല. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്, ചേട്ടൻ്റെ കൃഷിയൊക്കെ നശിക്കാനായിരിക്കും 12 ഏക്കറോളം ഇപ്പോൾ കളി കൃഷി പാടങ്ങളാണ്. സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ ഇപ്പം അത് ചെയ്യാൻ പറ്റുന്ന മത്സ്യകൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാത്ത ഞാൻ തന്നെ അതിന് ഏറ്റവും വലിയ അനുഭവസ്ഥനാണ്. ഞാൻ തന്നെ കൊയ്ത് പാടത്ത് കിടന്ന് പറയും നെല്ല് എൻ്റെ പാടത്ത് തന്നെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു 10-20 വർഷം മുമ്പ് ഇട്ടിരുന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് തന്നെ 20-30-40 സെന്റിമീറ്റർ വെള്ളത്തിലാണ് നിൽക്കുന്നത്. നേരെ ലൈഫ് ഞാൻ കണ്ടത് ചെറുപ്പം മുതൽ കണ്ടനുഭവിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെ ജനങ്ങൾ അങ്ങനെ അവിടെ വിട്ടുപോകുന്ന ഒരു പ്രതിസന്ധിയിൽ എത്തുമ്പോഴാണ് ഇത് പരിഹാരമില്ലാത്തതുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ പഞ്ചായത്തിൽ വന്നിട്ട് സാഹചര്യത്തിൽ ഞങ്ങളുടെ ആ വെള്ളപ്പൊക്കം ഉണ്ടായി 2002 വെള്ളപ്പൊക്കമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങളുടെ കർഷകരെ മത്സ്യക്കർഷകരെ സഹായിക്കാൻ വന്നതാണ്. പിന്നെ വീടുകൾ, നമ്മുടെ വീടുകളാണെങ്കിൽ ഈ വേലിയേറ്റ വെള്ളപ്പൊക്കം കൊണ്ട് 5 വർഷമായപ്പോഴത്തേക്കും ഒരു 10-15 വർഷത്തേക്ക് കൂടി ഞങ്ങൾ അവിടെ വെച്ച് വീട് വെച്ചാൽ നിലനിൽക്കില്ല, അത് നമുക്ക് നശിച്ചു പോകുന്ന അവസ്ഥ. അപ്പൊ ശരിക്കും സ്വാഭാവികമായിട്ട് എല്ലാവരും വിട്ടുപോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളവരാണെങ്കിൽ റോഡ് പണിതില്ല, കോൺക്രീറ്റ് റോഡ് പണിതാലും കരണ്ട് പണിതാലും
എല്ലാം ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും നശിച്ചു പോകുന്ന അവസ്ഥ. അപ്പൊ ഇതിലേക്ക് എല്ലാം മുന്നോട്ട് പോകും. വലിയ പ്രതിസന്ധി പോവുകയാണ്. ഞങ്ങളും ആരൊക്കെ എല്ലാം ഞങ്ങളിപ്പോ ഞങ്ങൾ ഇതായിട്ട് പ്രളയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ ഫെയിലിയറുകളൊപ്പം പോയിട്ട് ഞങ്ങൾ കുറെ സർക്കാരിലെ കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ ജനങ്ങളെ നിലനിർത്തണം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്ത് ചെയ്തിരിക്കുന്നത് ഇവര് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ CJ മധുസൂദനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു DPR തയ്യാറാക്കിയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിനെ ഇതിൽ നിന്ന് എങ്ങനെ കരകയറ്റാൻ പറ്റും, ഇവിടെ ജനങ്ങളെ എങ്ങനെ നിലനിർത്താൻ പറ്റും. അപ്പൊ ഞങ്ങൾ കുറച്ച് പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് ഇവിടെ ബുക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 50 മൈൽ റോഡ് വന്നാൽ അതിനെ ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് സ്ഥലം ചെറിയ ചെറിയ കൊച്ചു തോടുകളുണ്ട്, അവിടെ വെച്ച് ഷട്ടർ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കാൻ പറ്റും. അവിടെയുള്ള വീടുകൾ നശിച്ചു പോകും. അതിനെ 10 വർഷത്തോ 15 വർഷത്തോ നിൽക്കാത്ത വീടുകളെ അവർക്ക് എങ്ങനെ അവിടെ താമസിക്കാൻ പറ്റും, അതിനെ പറ്റിയ സിമെന്റ് കമ്പിയായിട്ട് ഇറക്കാൻ പറ്റും. അതൊക്കെ ഞങ്ങളുടെ വീട് മാറി കുറച്ച് ടൗണിലേക്ക് കഴിഞ്ഞാൽ 50 വർഷമായി വീട്ടിൽ കുഴപ്പമില്ല. എന്റെ വീട് എന്റെ വാർഡ് വയ്ക്കുന്ന പഞ്ചായത്ത് വീട് 10 വർഷത്തെയും പൊളിഞ്ഞു പോകുന്ന രീതിയിലേക്ക് എത്തും. അപ്പൊ അതിനെങ്ങനെ പ്രതികരിക്കും? അപ്പൊ അങ്ങനെ പോകുന്നൊരു പഞ്ചായത്തിന്റെ ഒരു ജനതയാണ് 20,000 34,000 വരുന്ന ജനത വന്ന് വിട്ടെറിയപ്പെട്ടു പോകുമ്പോൾ അവരുടെ മാനസികാവസ്ഥ, അവരുടെ സ്വത്ത്, അവരുടെ കുടുംബ ബന്ധങ്ങളെല്ലാം ഇല്ലാണ്ടായി പോകുമ്പോൾ അവർ നിലനിർത്തേണ്ട ആവശ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പൊ ആ പോകുമ്പോഴാണ് ഞങ്ങൾ ഇതിനെ എങ്ങനെ മുന്നോട്ട് പോകാം. ഞങ്ങൾ DPR നമ്മുടെ ഡോക്ടർ മധുസൂദനായിട്ടുണ്ട്. ഞങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ആ DPR വെച്ച് ഞങ്ങൾ കൊടുത്തിരിക്കണമെങ്കിൽ ഇതേപോലെ പൈപ്പിങ്ങിന്റെ കഴിച്ച് പഞ്ചായത്തിലുണ്ട്. ഈ സെയിം എഫക്റ്റ് ഞങ്ങളുണ്ടല്ല. ഇതേപോലെ അവർ അടുത്ത് തന്നെ ആ വൈപ്പിംഗ് എന്ന് പറയുന്ന പള്ളിപ്പുറം, വെള്ളി, ഇടവനക്കാട്, ഈ 3-5 പഞ്ചായത്തിലെയും അവർ ഇതേ വിധത്തിൽ മാറിക്കൊടുക്കും. പക്ഷെ അതിനേലും താഴ്ചയാണ് എഴുതുക. 5 പഞ്ചായത്തിലെ പടന്നോട് ചേർന്നതെങ്കിലും പാക്കേഷ് ആ വൈപ്പിങ്ങിന്റെ പഞ്ചായത്തുകളിലും താഴ്ന്ന വൈപ്പിങ്ങിന് ഉള്ള ചില പഞ്ചായത്തുകളിലും താഴ്ന്ന 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ എന്റെ പഞ്ചായത്തിന്റെ മുമ്പ് താഴ്ന്നിട്ട് അവരെ കൂടുതൽ എഫക്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു പ്രതിസന്ധി പോകുമ്പോൾ അവർ നിലനിർത്തുക എന്നുള്ള വിഷയത്തോടെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഡോക്ടർ സ്മിത മാഡം ഇതായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള നമുക്ക് ഇതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ചർച്ച ചെയ്തു. ഇപ്പൊ ഇവിടെ വേണ്ട സിമെന്റ് എങ്ങനെയാണ് അവിടെ പറ്റി കൊടുക്കുന്ന സിമെന്റ്, അവിടെ വരുന്ന കമ്പികൾ, തുരുമ്പെടുക്കാതെ പോകുന്നു. അപ്പൊ അത് നിലനിർത്തി അവിടെ പഞ്ചായത്ത് നിലനിർത്തിയാണ് ആ ടൂറിസം ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ജനത നിർത്താൻ മത്സ്യകൃഷിയാണെങ്കിൽ കൃഷിയൊക്കെ നശിച്ചു പോകുമ്പോൾ അതിനെ എല്ലാം നിലനിർത്തി കൃഷിയെയും ടൂറിസത്തെയും ഡെവലപ്പ് ചെയ്ത് ആ ജനതയെ നിലനിർത്താൻ ചെറായ തൊട്ടടുത്ത സ്ഥലമാണ് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതില് ആണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച് പോകുന്നത്. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാക്കുന്നതിനപ്പുറം ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഡോക്യു-ഷോട്ട് ഈ പ്രശ്നത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതിനെ ഇപ്പം കാണിക്കാൻ റെഡിയാണോ? അല്ല. അടുത്ത ഒരു ചോദ്യത്തിന് ശേഷം ഈ 3 മിനിറ്റുള്ള ഫ്രം ദ ബ്രിങ്ക് വോയിസസ് സ്റ്റോറീസ് ഫ്രം ദ ബ്രിങ്ക് എന്നുള്ള ഒരു ചെറിയ ഡോക്യുമെൻ്ററി കഴിഞ്ഞ പ്രാവശ്യത്തെ ദുബായിൽ നടന്ന കോപ്പ് കോൺഫറൻസിൽ UNWTOയുടെ സ്റ്റോളിൽ വരെ പ്രദർശിപ്പിച്ച കൊച്ചി ബിനാലയിൽ ആദ്യമായിട്ട് സ്ക്രീനിങ് ചെയ്ത ഒരു ഡോക്യുമെൻ്ററിയാണ്. അത് നിങ്ങളെ കാണിക്കുന്നതാണ്. ഈ പ്രശ്നത്തിൻ്റെ ഒരു വിഷ്വൽ എഫക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതാണ് നിൽക്കട്ടെ. പക്ഷേ രതീഷ് പറഞ്ഞ വളരെ പ്രധാനം ഉള്ള ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അദ്ദേഹം DPRനെ കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം പ്രശ്ന പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ പലപ്പോഴും DPR കേട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു സർക്കാർ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. ഒരു വലിയ അണക്കെട്ടോ അല്ലെങ്കിൽ ഒരു ഹൈവേ നിർമ്മാണത്തിൻ്റെ പ്രോജക്റ്റോ ഇതിനെക്കുറിച്ചൊക്കെ പത്രങ്ങളിൽ വരുമ്പോഴാണ് DPRനെ കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ ജനങ്ങളുമായിട്ട് ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എന്താണ് വ്യത്യാസം? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സംസാരം നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡിസ്കഷനായിട്ടുള്ള ഒരു ബന്ധം എന്താണ്? അപ്പോൾ ഏതൊരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിന് ആദ്യം വരുന്നൊരു വിഷയം ഡേറ്റയാണ്. ഇതിൻ്റെ ആവശ്യമുള്ള കണക്കുകളില്ലാതെ നമുക്കൊരു പ്ലാനിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കണക്കുകൾ എവിടെ നിന്നാണ് വരുന്നത്? ശ്രീ രതീഷ് നേരത്തെ പറഞ്ഞു, ഏഴിക്കര മാത്രമല്ല എറണാകുളത്തുള്ള വൈപ്പിലുള്ള
ഒരുപാട് പഞ്ചായത്തുകൾ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 20,000-ൽ പരം വീടുകൾ, എന്നാൽ ഏകദേശം 1 ലക്ഷത്തോളം ജനങ്ങളാണ് എറണാകുളത്തിൻ്റെ തീരപ്രദേശത്ത് മാത്രം വേലിയേറ്റ വെള്ളപ്പൊക്കം മൂലം ദുരിതം അനുഭവിക്കുന്നത്. എന്നാൽ ഈ വേലിയേറ്റ വെള്ളപ്പൊക്കം ഇന്ന് പോലും സർക്കാരിൻ്റെ കണക്കിൽ ഒരു ദുരന്തമല്ല. നിത്യേന വീടുകളുടെ ഉള്ളിലേക്ക് 2 തവണ 3 തവണ ഉപ്പുവെള്ളം കയറുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങൾ നമ്മളുടെ തീരപ്രദേശത്തുണ്ട്. കുറച്ച് പടിഞ്ഞാറൊന്ന് യാത്ര ചെയ്താൽ മതി. നമ്മൾ ചെറായിലേക്കൊക്കെ നിത്യം പലപ്പോഴായിട്ട് പോകുന്നതാണ്. ഈ ചെറായിലേക്ക് പോകുന്ന വഴികളിൽ നിങ്ങൾ ചുറ്റും കാണുന്ന വീടുകളും കായലും പൊക്കാളിപ്പാടങ്ങളും തന്നെയാണ് കടലിൽ നിന്ന് കൂടുതൽ വെള്ളം കയറുന്നത് വഴി വീട്ടിൻ്റെ ഉള്ളിലേക്കും പറമ്പിലേക്കും വെള്ളം കയറി നടന്നു പോകുന്ന വഴികളിലൊക്കെ വെള്ളമായിട്ട് ഈ വഴികളിലൂടെ സ്ഥിരം സഞ്ചരിക്കുമ്പോൾ കാലിൻ്റെ അടിയിലത്തെ തൊലിയൊക്കെ നഷ്ടപ്പെട്ട് വീടുകളിൽ തെല്ലിപ്പോയി എല്ലാവരും റിപ്പയർ ചെയ്യേണ്ട ഒരവസ്ഥയിൽ നിത്യ ദുരന്തം അനുഭവിച്ച് ജീവിക്കുന്ന ജനത താമസിക്കുന്നത്, 1 ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്നത് ഈ എറണാകുളത്തിൻ്റെ തീരപ്രദേശത്ത് മാത്രമാണ് ഈ 20,000 പറഞ്ഞ കണക്ക് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ എന്താണ് വഴി? അത് സർക്കാരിൽ നിന്ന് ഇത് അറിഞ്ഞ് പതുക്കെ ഒഴുകിയെത്തുന്ന ട്രിക്കിൾ ഡൗൺ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ബിൽഡിംഗ് ആണോ ആവശ്യം? അതോ ഇത് അനുഭവിക്കുന്ന ജനങ്ങൾ തന്നെ എൻ്റെ നാട് എന്താണെന്നുള്ളതും എൻ്റെ നാട്ടിൽ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കി അതിൻ്റെ കണക്കെടുത്ത് ആ കണക്കിൻ്റെ വെളിച്ചത്തിൽ ഒരു പ്ലാൻ തയ്യാറാക്കി പ്രവർത്തിക്കുന്നതാണോ എന്നുള്ള ഒരു അന്വേഷണമാണ് ഇവിടെ ഏഴിക്കര പഞ്ചായത്തിൽ തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് ഒരു 3 കൊല്ലം മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ഫുൾ ബ്രൈറ്റ് അലുമിനെ ഒരു ഫെലോഷിപ്പിൽ നമ്മളൊരു ഗവേഷണം ചെയ്യുകയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു പുതിയ തരത്തിലുള്ള ഒരു ഡാറ്റ കളക്ഷൻ നടക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഞാൻ ഡോക്ടർ ജനലിനോട് വിശദീകരിക്കാൻ പറയാം. ശ്രീജ പറഞ്ഞത് ഒരു അലുമിനി എൻഗേജ്മെന്റ് ഇന്നോവേഷൻ ഫണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ വർഷവും അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള ഫുൾ ബ്രൈറ്റ് അസോസിയേഷനും അവിടുത്തെ പബ്ലിക്കേഷൻസ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്നിട്ടൊരു പ്രോജക്റ്റ് കോൺട്രോൾ ചെയ്യും. അപ്പോൾ കഴിഞ്ഞ 2022 ഞങ്ങൾ അതിനൊരു പ്രപ്പോസൽ എടുക്കുകയും ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രൊജക്റ്റായിട്ട് അത് സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഉദ്ദേശം ഇതേപോലെ 3 പഞ്ചായത്തുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആ പ്രോജക്റ്റ് പ്രപ്പോസലിൽ കൊടുത്തിരുന്നത്. പുത്തൻവേലിക്കര, ഏഴിക്കര, കുമ്പളങ്ങി എന്ന 3 പഞ്ചായത്തുകളെ കുറിച്ച് പഠിക്കാനാണ്. അതിൻ്റെ തുടക്കം ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് 3 പഞ്ചായത്തുകളൊന്നുമല്ല, ഇവിടെയുള്ള 10-20 പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും എല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പഠനം അതിൽ 3 പഞ്ചായത്തിൽ നിർത്താൻ പാടില്ല എന്നുള്ളത് പറയുകയും ഞങ്ങൾ അതിനെ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് 17ഓളം പഞ്ചായത്തുകളിലേക്ക് ആ പഠനം കൊണ്ടുവരും. ശ്രീജ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇതൊരു പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് പലരും ചോദിച്ചൊരു കാര്യം, നിങ്ങൾക്ക് എന്താ സൊല്യൂഷൻ എന്നുള്ളതാണ്. നമുക്കൊരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ കൃത്യമായിട്ട് എന്താണ് പ്രശ്നം എന്ന് പഠിക്കുകയാണ് ആദ്യത്തെ ആവശ്യം. ആദ്യമേ തന്നെ സൊല്യൂഷൻ പറയലല്ലോ. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയിട്ട് എത്ര വീടുകളിൽ വെള്ളം കയറുന്നുണ്ട്, എപ്പോഴാണ് വെള്ളം കയറുന്നത്, എത്ര സമയത്തേക്ക് വെള്ളം കയറുന്നുണ്ട് എന്ന കണക്കുകളൊന്നും എവിടെയും ലഭ്യമായിട്ടില്ല. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഏഴിൽ അടക്കമുള്ള പഞ്ചായത്തുകളോട് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ ആരുടെയും കയ്യിലുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് കണക്കുകൾ ഉണ്ടാക്കുക? നേരത്തെ ശരിക്കും പറഞ്ഞത് ഡേറ്റ ആണ് നമ്മുടെ ഏതൊരു പഠനത്തിൻ്റെയും ആദ്യത്തെ റിക്വയർമെന്റ്. അങ്ങനെയാണ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഞങ്ങൾ വിക്രമാർന്ന് രൂപീകരിച്ച് സാധാരണയായിട്ടുള്ള കലണ്ടറിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ടൈഡൽ എഫക്റ്റിനെ മെഷർ ചെയ്യാനുള്ള ഒരു കലണ്ടറായിട്ട് മാറ്റുകയും 10,000 വീടുകളിലേക്ക് അത് എത്തിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. എങ്ങനെയാണ് 10,000 വീടുകളിലേക്ക് എത്തിക്കുക? അവിടെയാണ് ഞങ്ങൾ നിങ്ങളെ പോലുള്ള കുട്ടികളുടെ സഹായം തേടിയത്. ആദിശങ്കര കോളേജിന്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയും ആ കുട്ടികൾ ഒരൊറ്റ ദിവസം കൊണ്ട് എടവനക്കാട് പഞ്ചായത്തിലെ 2,500 വീടുകളിൽ ഈ കലണ്ടർ എത്തിക്കുകയും ചെയ്തു. പിന്നീട് ഹരിതകർമ്മസേനയും കുടുംബശ്രീയും പഞ്ചായത്തിലെ അംഗങ്ങളും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ 10,000 വീടുകളിൽ കലണ്ടർ എത്തിച്ചത്. ആ കലണ്ടറിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഒരു പഞ്ചായത്ത്, പ്രത്യേകിച്ച് ഏഴിക്കര പഞ്ചായത്തിന്റെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പഠനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഞങ്ങളൊരു ഡാഷ്ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ഓരോ കടലിന്റെ നിരപ്പ് കൂടുന്നതനുസരിച്ച് ഏതൊക്കെ ഭാഗത്തേക്കാണ് വെള്ളം കയറാൻ പോകുന്നത്, എപ്പോഴാണ് വെള്ളം കയറുന്നത് എന്നുള്ളതൊക്കെ കുറെ കൂടി സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡാഷ്ബോർഡിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത് നേരത്തെ ഡോക്ടർ മധു പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിറ്റി സോഴ്സ്ഡ് മോഡലിംഗിന്റെ ഭാഗമായി. ഇതൊരു കമ്മ്യൂണിറ്റിയുടെ ഇന്റഗ്രൽ ഭാഗമാണ്. നേരത്തെ കാണിച്ചിരുന്ന റെയിൻഗേജ് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ മോഹനങ്ങളെ എടുക്കുന്ന റെയിൻഗേജ് ഇന്ന് ചാലക്കുടി പെരിയാർ സർവീസിന്റെ ഭാഗത്തിൽ ഏകദേശം 110ഓളം റെയിൻഗേജുകൾ ഞങ്ങളായിട്ട് സ്ഥാപിച്ചിട്ട് 110ഓളം വളണ്ടിയർമാർ എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ ഡേറ്റ തരുന്നത്. ട്രെയിൻ മാത്രമല്ല, റിവർ വാട്ടർ ലെവൽ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഇത്തരം ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയെ കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഡേറ്റാബേസ് ബിൽഡ് ചെയ്യാനുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് സൊല്യൂഷനായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആ ഡേറ്റയെ നമുക്ക് പല രീതിയിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗിന്റെ ഒക്കെ ലോകത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആ ഡേറ്റയെ ഉപയോഗിച്ചുകൊണ്ട് കുറെ കൂടി സയന്റിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് എത്താൻ പറ്റും. പക്ഷെ അതേസമയം ഈ നേരത്തെ ഡോക്ടർ മധു പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്കില്ലാത്ത ഒരുപാട് അറിവുകൾ നാട്ടറിവുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ നാട്ടറിവുകളെ കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഒരു പരിഹാരത്തിലേക്ക് എത്താൻ പറ്റുക. കാരണം ഒരു റോക്കിൽ ഇപ്പം രതീഷിനൊക്കെ അറിയുന്നത് പോലെ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു അനുഭവം പാടുന്നില്ല. പാടത്ത് കിടന്നിറങ്ങിയിട്ട് കൃഷി ചെയ്ത ഒരാളുടെ അനുഭവം ഒരിക്കലും ഇതേപോലുള്ള എയർ കണ്ടീഷൻ റൂമിൽ പഠിക്കുന്ന നമുക്ക് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഡേറ്റയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് സയന്റിഫിക് സൊല്യൂഷൻസിലേക്ക് പോകുന്നു. ഇപ്പോൾ ഡോക്ടർ ജയറാമൻ വിവരിച്ച ഒരു ഡാറ്റ കളക്ഷന് ഇതിനും പിന്നാമ്പുറത്ത് വേറൊരു എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ പുത്തൻവേലിക്കലുമായിട്ട് ചേർന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ വെള്ളോട്ടുപുറം എന്ന കൊച്ചു ഒരു പ്രദേശത്ത് വേലിയേറ്റ വെള്ളപ്പൊക്കം എന്ന സമ്മർ ഡേ ഫ്ലഡിംഗ് എന്നറിയപ്പെടുന്ന പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഇതെന്താണ്, എവിടെ നിന്നാണ് വെള്ളം കയറുന്നത്, എപ്പോഴാണ് വെള്ളം കയറുന്നത്, എത്ര ഉയരത്തിലാണ് വെള്ളം കയറുന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ആൾക്കാർ പറയുന്നത് നമ്മളടുത്ത് വീട്ടിലുള്ള വെള്ളമാണ്, ഏത് മാസം, ഡിസംബർ മാസം. അപ്പോൾ ഈ വെള്ളം എവിടെ നിന്ന് വരുന്നു, എത്ര കൊണ്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇനി ഡാറ്റയുടെ സഹായം വേണം. അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ പുത്തൻവേലിക്കരയായിട്ട് ചേർന്നിട്ട് നമ്മളൊരു രസമുള്ള ഒരു പഠനം ചെയ്യേണ്ടായി. അതിനെക്കുറിച്ച് ഷാജനൊന്ന് വിവരിക്കാം. ബ്രിങ്ക് എന്നുള്ള ഒരു വീഡിയോ കാണാം. കാരണം തുടർന്നുള്ള ഡിസ്കഷൻസിൽ നിങ്ങൾക്ക് കൂടുതൽ സഹായകമാവും എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനക്കണ്ണിൽ കാണാൻ സാധിക്കുകയാണ്. ബഹുമാനപ്പെട്ട കളക്ടർ സാർ അറിയുക, ഞങ്ങളുടെ നാട്ടിലെയും എൻ്റെ വീട്ടിലെയും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഈ എഴുത്ത്. ഇപ്പൊ കുറെ കൊല്ലമായിട്ട് ഉപ്പുവെള്ളമാണ് ഞങ്ങളുടെയൊക്കെ വീടിന്റെ ചുറ്റിലും. വീടൊക്കെ കേടായി. എൻ്റെ കൂട്ടുകാരൻ ആദിത്യൻ്റെയും അതുലിൻ്റെയും പിന്നെ ആര്യയുടെയും വീട്ടില് 2011 ഊരുവെള്ളം കയറാൻ തുടങ്ങിയതാണ്. 13 കൊല്ലമായിട്ട് അവർ ഇങ്ങനെ ജീവിക്കണം. 15 മിനിറ്റ് വെള്ളത്തിൽ കൂടി നടന്നിട്ട് സ്കൂളിൽ പോകണം. കാലാവസ്ഥ മാറ്റാന്നാ പറയണേ. കുറെ വീട് പോയി, ആൾക്കാർക്ക് ജോലിയും പോയി. നാരായണ ചേട്ടനൊക്കെ എത്ര മീൻ കിട്ടിയിരുന്നതാ, ഇപ്പൊ ഒന്നുമില്ല, തൂങ്ങുപണി മാത്രമേ. ഇവിടുത്തെ പെൺകുട്ടികൾ പലതും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് എന്താകാനും. ഞങ്ങളുടെ വാർഡിൽ കഴിഞ്ഞ 4 വർഷം ഏതു ദിവസം എത്ര മഴ പെയ്തു എന്ന് കൃത്യം ഡാറ്റ കയ്യിലുള്ള കുട്ടികളുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ മഴയുടെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് കൃത്യ വിവരങ്ങളുണ്ടെങ്കിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് മുരുകേശൻ ചേട്ടൻ ലക്ഷക്കണക്കിന് കണ്ടൽ നട്ടിട്ടുണ്ട്. ആൾക്കിത് ചെയ്തിട്ട് എന്താ ലാഭം? ആൾ ചെയ്യുന്നതിന്റെ ഗുണം ഞങ്ങൾ കുട്ടികൾക്കാണ്.
ഏകദേശം കഴിഞ്ഞിരുന്നു. പവറുമായിരുന്നു. I think we can continue because I am sure now you have pretty good idea what tidal flooding is. ഇത് സംഭവിക്കുന്നത് ഏകദേശം ഒക്ടോബർ മാസത്തിൻ്റെ അവസാനം മുതൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഏകദേശം ഒരു ഒക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. മുമ്പ് ഇത് വൃശ്ചിക മാസത്തിൽ മാത്രമായിരുന്നു. നവംബർ, ഡിസംബർ, ജാനുവരി വിട്ട് വേലിയേറ്റ വെള്ളപ്പൊക്കം ഒരിക്കലും പോകാറില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഒക്ടോബറിൽ തുടങ്ങിയാണ്. അതായത് പൗർണമിക്കും അമാവാസിക്കും അടുത്തുള്ള ഒരു 3-4 ദിവസങ്ങളിൽ ഈ തീരദേശ ഗ്രാമങ്ങളിൽ ഉള്ള വീടുകളിലെല്ലാം തന്നെ 2 നേരം, അത് എപ്പോഴാണെന്നുള്ളത് ഈ വേലിയേറ്റത്തിൻ്റെ സമയം അനുസരിച്ചിരിക്കും. അതിനും ഒരു ഇന്ന സമയമെന്നില്ല, മാറിക്കൊണ്ടിരിക്കും. വെള്ളം കയറുകയാണ്. മുമ്പ് പറമ്പുകളിൽ മാത്രം കയറിയിരുന്ന വീടുകളിൽ ഇപ്പോൾ വീടിൻ്റെ അകത്തളങ്ങളിൽ കയറി തുടങ്ങി. മുമ്പ് പറമ്പിലൊന്നും കയറാതിരുന്ന വീടുകളിൽ പറമ്പുകളിലേക്ക് കയറി തുടങ്ങി. 10-25 കൊല്ലമൊക്കെ പ്രായമായിട്ടുള്ള മരങ്ങൾ ഉണങ്ങി തുടങ്ങി. ആൾക്കാർക്ക് ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചു തുടങ്ങി. പലരും വീട് വിട്ടു പോകുന്നതിനെ പറ്റി ആലോചിച്ചു തുടങ്ങി. ഇത്തരത്തിൽ ദൈനംദിന ജീവിതത്തിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ കടലോരത്ത് തീരദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും നമ്മളെ അലട്ടിയ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഒന്നും യാതൊരു വിധത്തിലുള്ള ഡേറ്റയിലില്ല. ഇപ്പം നിങ്ങളിങ്ങനെ കണ്ടു, ഈ 10,000-20,000 വരെ വീടുകളെന്ന് പറയുന്നത് നമ്മളായിട്ട് നടത്തിയ ഒരു വിവരശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ ഒരു സംഖ്യയാണ്. അതല്ലെങ്കിൽ ആർക്കും തന്നെ അറിയില്ല. നിങ്ങൾ നാളെ ഏതൊരു ഓഫീസിൽ പോയി അന്വേഷിച്ചാലും വേലിയേറ്റ വെള്ളപ്പൊക്കത്തിൽ എത്ര വീടുകൾക്ക് നാശം സംഭവിക്കുന്നുണ്ടെന്നോ, എത്ര ആൾക്കാരെ ബാധിക്കുന്നുണ്ടെന്നോ, എത്ര പേര് ഇത് കാരണം എറണാകുളത്തിൻ്റെ തീരദേശം വിട്ടുപോയിട്ടുണ്ടോ, യാതൊരു കണക്കും തന്നെ ലഭിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിവരശേഖരണത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 2020-21 കാലഘട്ടത്തിൽ CRC പുത്തൻവേലിക്കരയായിട്ട് നമ്മൾ നടത്തിയ ഒരു പഠനമാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ശ്രീ MP ഷാജൻ ഇപ്പോൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ഒരു കാര്യം ഈ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇത്രയധികം വിദ്യാർത്ഥികളോട് പറയാൻ കിട്ടിയ അവസരത്തിൽ ഈ അവസരം വളരെ സന്തോഷത്തോടെ ആണ് ഞാൻ കാണുന്നത്. 2018 ആ വലിയ പ്രളയം ഞങ്ങളെന്നും അഭിമാനിച്ചിരുന്ന, ഇന്നും അഭിമാനിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ 2 നദികൾ വന്ന് ചേരുന്ന സ്ഥലമാണ് പുത്തൻവേലിക്കര എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ 2 നദികൾ. പക്ഷേ 18 ആ വലിയ മഴ എത്രത്തോളം ഞങ്ങളുടെ ഗ്രാമത്തിന് ആഘാതം ഉണ്ടാക്കി എന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. അവിടെ 18 പേരാണ് മരിച്ചതെങ്കിൽ ബാക്കിയുള്ളവരെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ചിന്ത, അത് ഈ അത്ഭുതത്തിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും ഇത്രയും പേരെങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് അത് അത്ഭുതത്തോടു കൂടിയാണ് ഈ 6 വർഷം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 7ാമത്തെ വർഷവും അതിനെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ. ഇതെന്തോ വലിയ അത്ഭുതം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത്രയധികം കുടുംബങ്ങൾ ആ വലിയ, നിങ്ങൾ പലരും അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവരായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉള്ളൊരു പഠനം. അപ്പോൾ അന്ന് ഈ അത് അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുൻപും ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നതാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്നും വേണമെങ്കിൽ ഈ പ്രളയം അല്ലെങ്കിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭൂപ്രദേശമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അന്ന് ബോധ്യപ്പെട്ടത്. എന്താ വെച്ചാൽ 2 നദികൾ വന്നു ചേരുന്നു. ഈ നദിയുടെ കരപ്പുറത്ത് നിരവധി ഡാമുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം മൂലം മഴയുടെ രീതി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ശക്തമായ മഴ പെയ്യുമ്പോൾ, കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡാം പെട്ടെന്ന് നിറയുന്നു, ഡാം തുറന്നു വിടുന്നു. ഈ വെള്ളം മുഴുവൻ ഈ പ്രദേശങ്ങളിൽ അവസാനം വന്നെത്തുന്നത് ഈ പുത്തൻവേലിക്കര, കുന്നുകര, പാറക്കടവ്, ചെങ്ങമനാട്, കുഴു, കരുമാറ്റൂർ, ചേനങ്കൽ എന്നീ താഴെയുള്ള നെടുമ്പാശ്ശേരി ഉൾപ്പെടെ എന്നീ താഴെയുള്ള പഞ്ചായത്തുകളിലാണ്. ഏറ്റവും താഴെയാണ് ഞങ്ങളുടെ പഞ്ചായത്ത്. അപ്പൊ ഞങ്ങൾക്ക് ഈ മഴയെ കുറിച്ച് മനസ്സിലാക്കണം. മഴ പെയ്യുന്നത് എങ്ങനെ, മഴയുടെ അളവ് മനസ്സിലാക്കണം.
അങ്ങനെയാണ് ഞങ്ങളുടെ മഴമാപനം തുടങ്ങിയത്. മഴമാപനത്തോടൊപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൽ ഈ എത്രത്തോളം ഈ മഴ പെയ്യുമ്പോൾ മഴയുടെ അളവനുസരിച്ച് ഈ ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നതനുസരിച്ച് എങ്ങനെയാണ് എത്രത്തോളം വെള്ളം ഞങ്ങളുടെ ഗ്രാമത്തിൽ കയറും, അത് ഏതെല്ലാം പ്രദേശങ്ങളിൽ കയറും എന്നുള്ള ഒരു ചർച്ചയാണ് തുടങ്ങി വെച്ചത്. അങ്ങനെയാണ് കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കണം, അത് മനസ്സിലാക്കണമെന്ന് നമ്മൾ ചിന്തിച്ചതും അവിടുത്തെ സുഹൃത്തുക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് അങ്ങനെ ഈ ഓർഗനൈസേഷനിലെ അംഗങ്ങളും അതോടൊപ്പം ഈ ഇക്കണോമിക്കൽ വിദഗ്ധരായിട്ടുള്ള ശാസ്ത്രജ്ഞരും അങ്ങനെ ഒരു ചർച്ച തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് മാനിക്കര SNM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂപ്രദേശം ഈ ഒരു ഫ്ലഡ് മാപ്പ് ഞങ്ങൾ തയ്യാറാക്കുവാൻ തുടങ്ങുന്നതാണ്. ഈ ചേരമൻ മസ്ജിദിൽ നിന്നും ആരംഭിച്ച അവിടെ എന്താണ് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ശ്രീ മധു സംസാരിക്കും. അവിടെ നിന്ന് തുടങ്ങിയ ആ സർവേ 8 ദിവസം കൊണ്ട് ആ ഭൂപ്രദേശം ഞങ്ങളുടെ ഓരോ പ്രദേശത്തും എന്താണ് ഫ്ലഡ് മാപ്പിംഗ്, അതിൽ വലിയ പെട്ടെന്ന് ഇതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചാൽ മതിയെന്നാണ് ഒരു സാധാരണക്കാരനായ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതല്ല, സമുദ്രജലനിരപ്പിൽ നിന്നും എത്രത്തോളം ഉയർന്ന ആ ലെവലിൽ നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ സമുദ്രജലനിരപ്പ് കണ്ടെത്തിയാൽ മാത്രമാണ് ആ ഫ്ലഡ് മാപ്പ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ആ ഒരു അറിവാണ് ശ്രീ മധു തന്നത്. അങ്ങനെയാണ് ചേരമൻ മസ്ജിദിൽ നിന്ന് നമ്മൾ ഈ വിദ്യാർത്ഥികളുടെ ഇന്നും ആ വിദ്യാർത്ഥികളും അവിടെ അതിന് നേതൃത്വം കൊടുത്ത രേഷ്മ ടീച്ചർ ഉൾപ്പെടെയുള്ള അധ്യാപകരും ഇന്നും ഈ കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്ററിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ സന്തോഷത്തോടെ അറിയിക്കാനുള്ളത്. അപ്പോൾ കുട്ടികൾ വന്ന് ഫീൽഡിൽ വന്ന് ഈ ടോട്ടൽ സ്റ്റേഷനൊക്കെ ഉപയോഗിച്ച് കൃത്യമായ ഒരു പഠനം നടത്തുകയും ആ ഒരു പഠനത്തിന്റെ തുടർച്ചയാണ് ഞങ്ങൾ വേലിയേറ്റ വെള്ളപ്പൊക്കത്തിൽ, അപ്പോൾ ഈ പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് ഭാഗം കായലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ഇത്രയധികം താഴ്ന്നും ഈ പറയുന്ന വേലിയേറ്റം വലിയ രീതിയിൽ വെള്ളം കയറുന്നുണ്ട്. നിരവധി കുടുംബങ്ങൾ ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഈ വേലിയേറ്റം കയറി ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട്, വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമായി മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാണ് നമ്മൾ വേലിയേറ്റ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ സയൻസ് ഇതിൽ അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ പൈസയൊന്നും ഇല്ലാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് ഫ്ലഡിന് ശേഷം ദരിദ്രമായ അവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ട ജനത്തിന്റെ അടുത്ത് നിന്ന് നമ്മൾ പൈസ കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ടാണ് ചെയ്തത്. കോളേജിലെ കുട്ടികൾക്ക് ചായയും ഉഴുന്നോടെയും മാത്രം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്തായാലും ആ ഒരു പഠനം ഞാൻ ഇപ്പോഴും ഈ ഇരിക്കുന്ന സ്ഥലം എനിക്കറിയാം. എങ്കിലും ഞങ്ങൾ അന്ന് ഈ ടൈഡൽ ഗേജ് വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന്റെ ലെവല് പരിശോധിക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിച്ച ആ ഒരു എക്യുപ്മെന്റ് ഈ മരത്തിന്റെ ഈ 2 ഇഞ്ച് വീതിയിൽ 15 അല്ലെങ്കിൽ അത്രയും നീളത്തിലുള്ള ടേപ്പ്, സാധാരണ തയ്യൽക്കാർ ഉപയോഗിക്കുന്ന ടേപ്പ് വെച്ച് ഓരോ പ്രദേശത്തും ഏകദേശം 19ഓളം ടൈഡൽ ഗേജ്. അപ്പൊ ഞങ്ങൾ ടൈഡൽ ഗേജ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ടൈഡൽ ഗേജ്. അപ്പൊ കൃത്യമായ അളവ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ പ്രദേശത്ത് ഈ പറയുന്ന സമയങ്ങളിൽ അവരുടെ വീടുകളിൽ, റോഡുകളിൽ, ഓരോ പ്രദേശത്തും എത്ര ഉയർന്ന് വെള്ളം കയറുന്നുണ്ട് എന്നുള്ള ഒരു ഡാറ്റയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് അത് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. നമ്മൾ വലിയൊരു എക്യുപ്മെന്റ് ആണെങ്കിൽ എത്ര പേര് ചെയ്യും? അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർ ഈ പറയുന്ന ഒരു എക്യുപ്മെന്റ് എടുത്ത് അവരത് ഉപയോഗിക്കില്ലായിരിക്കും. എന്നപ്പോൾ ചെറിയൊരു കാർപ്പൻ്റർ തയ്യാറാക്കി സൈസ് ചെയ്ത് തന്ന ആ ഒരു ചെറിയ മരത്തിന്റെ കഷത്തിൽ ആ ചെറിയൊരു ടേപ്പ് ഉപയോഗിച്ച് അളവ് എടുക്കാൻ ഏതൊരു സാധാരണക്കാരനും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ സയൻസിനോടൊപ്പം, ശാസ്ത്രത്തോടൊപ്പം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളോടൊപ്പം സാധാരണക്കാരെ കൊണ്ടുവരാൻ ഇതുപോലെയുള്ള പഠനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. താങ്ക് യു. ഡോക്ടർ മധുവിനോടായിട്ട് എനിക്ക് ചോദിക്കാറുള്ളത്, ഒന്ന് ഇതിൻ്റെ ഒരു തുടർച്ച എന്തായി എന്നുള്ളത്. ഇത് ഒരു ഡാറ്റ കളക്ഷൻ ആയിരുന്നു, പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതാണ് സയൻസിൻ്റെ ഒരു ഡിഡക്റ്റീവ് പവർ എന്നുള്ളത്. അത് ഡോക്ടർ മധു എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.
അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഗ്ലോബൽ റെലവൻസ് എന്നാണ്. ഇതിപ്പോൾ ഷാജൻ പറഞ്ഞു, പുത്തൻവേലിക്കര എന്ന ഗ്രാമത്തിലെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ടൈലർ മെയ്ഡ് എന്നൊക്കെ പറയും. ഇത് ലിറ്ററലി ടൈലർ ടൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ചിലർ മെഷീനിങ് കൊണ്ടെടുത്ത ഡേറ്റ, ഡേറ്റ ഇസ് ഗ്ലോബൽ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളുടെ ഒരു ഗ്ലോബൽ റെലവൻസ് എന്താണ് എന്നുകൂടെ ഡോക്ടർ മധു വ്യക്തമാക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഇരുന്ന കൊച്ചിയും യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സംസാരിക്കുന്നത് ശാസ്ത്രം എങ്ങനെയാണ് ഉണ്ടായത്, ശാസ്ത്രം എങ്ങനെയാണ് മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നുള്ളത് വളരെ പ്രത്യേകം ആലോചിക്കേണ്ട വിഷയമാണ്. ശാസ്ത്രത്തിന് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർ കോളേജിൽ പോയി പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംവിധാനത്തിലൂടെ ഒന്നും വളർന്നു നടത്തുവാറില്ല. നമുക്ക് തന്നെ അറിയാം, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും അതുപോലെ തന്നെ ചാൾസ് മീൻസ് നമ്മുടെ ഇവരൊക്കെ തന്നെ സയൻസിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്യൂരിയോസിറ്റി, മനുഷ്യൻ്റെ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ എപ്പോഴൊക്കെ ഓരോ പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളോട് അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങളോട് മനസ്സിലാക്കുന്നതിന് എത്രമാത്രം ശ്രദ്ധാലുവാകുന്നു എന്നനുസരിച്ചിട്ടാണ് ഓരോ കാര്യത്തിലും അതിൻ്റെ സാങ്കേതികതയും അതുപോലെ തന്നെ ശാസ്ത്രീയ വശങ്ങളുമൊക്കെ കൂടുതൽ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ആ അറിവ് ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ കൃത്യമായ നിരീക്ഷണ സംവിധാനത്തിലൂടെയാണ്. മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ഏറ്റവും സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മോണിറ്ററിംഗ്. അപ്പോൾ മോണിറ്ററിംഗ് സംവിധാനം അതെങ്ങനെയായിരിക്കാം, അത് എത്ര ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കും, എത്ര സിമ്പിൾ ആയിരിക്കാം എന്നുള്ളതൊന്നും ഇവിടെ വിഷയമില്ല. പക്ഷേ എന്തെങ്കിലും മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ വിഷയം. ഇങ്ങനത്തെ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് മാറ്റമാണ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത്, എന്ത് തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ലോകത്തിൽ മുഴുവൻ ശാസ്ത്രത്തിൻ്റെ തുടക്കം എന്നുള്ളത് ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എഫേർട്ടുകൾ, ഒരുപാട് ഗലീലിയോ ഒരു ടവർന്ന് പോയിരുന്ന കണ്ടുപിടുന്നതായൊക്കെ തന്നെ ശാസ്ത്രത്തിൻ്റെ വലിയ വലിയ മാറ്റങ്ങളിലേക്കാണ് ആ ഒബ്സർവേഷൻസും ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വീണ്ടും തുടരെ ചെയ്യുമ്പോൾ അതേ റിസൾട്ട് തന്നെ കിട്ടുന്നതെന്ന് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഓരോ സ്ഥലത്തും നമ്മൾ എക്സ്പീരിയൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് സയൻസ് ഒന്നാവുകയും അതിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസോ രീതികളോ മെത്തേഡോ ഉപയോഗിച്ച് അതിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഗ്ലോബൽ ലെവലിൽ നിങ്ങൾ എന്ത് ഡാറ്റ ഗ്യാദർ ചെയ്യുന്നാലും അതിൽ ഏറ്റവും ആദ്യം നോക്കുന്നത് അതിൻ്റെ റിലയബിലിറ്റി എത്രയാണ്, അത് എത്രമാത്രം റിപ്പീറ്റബിളാണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ശാസ്ത്രീയമായിട്ടുള്ള ഏത് വശമെടുത്ത് പരിശോധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ റീപ്രൊഡക്റ്റീവ് എത്രമാത്രം റിപ്രൊഡക്റ്റബിളാണ് എന്നുള്ളത്. ഇതിനപ്പുറത്ത് ജനകീയമായിട്ട് ഇതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഉപയോഗം കണ്ടെത്തുന്നു. പലപ്പോഴും ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിരീക്ഷണമല്ല. ഇതിൻ്റെ ഇപ്പം കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയുടെ തീരപ്രദേശത്ത് ഏത് വീട്ടിൽ പോയി ചോദിച്ചാലും അവരുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച എത്ര വെള്ളം കയറി ചോദിച്ചാലും കൃത്യമായ കണക്കറിയാം, എല്ലാവർക്കും അറിയാം. അതിന് കാരണം അവർ അതിന് കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അതൊന്നും രേഖപ്പെടുത്തലോ എവിടെയെങ്കിലും കൃത്യമായി പബ്ലിഷ് ചെയ്യുകയോ ഇല്ല എന്നുള്ളതുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നില്ല. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെങ്ങനെ രേഖപ്പെടുത്താം, ഒരു പൊതു അറിവിലേക്ക്, ഒരു പൊതു ഡാറ്റ സഞ്ചയത്തിലേക്ക് ഇതെങ്ങനെ മാറ്റാൻ പറ്റും. അത്തരത്തിലുള്ള ഡാറ്റ സഞ്ചയത്തിലേക്ക് മാറുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത, അത് നമുക്ക് മനസ്സിലാക്കാൻ വേടിക്കരയിലും അതുപോലെ തന്നെ പുത്തൻവേലിക്കരയിലും നമുക്കുള്ള നിലവിലുള്ള ഗേജുകളുടെ ബിൽഡിങ്ങുമായി തട്ടിച്ചു നോക്കുമ്പോൾ എത്ര സമയം കൊണ്ട് എത്ര ഉയരത്തിലാണ് ഈ ഓരോ പ്രദേശങ്ങളിലും വെള്ളം വരുന്നത്. അപ്പോൾ നമ്മുടെ പുത്തൻവേലിക്കരയിൽ 19 ഗേജുകൾ കുറച്ച് 2-3 ആഴ്ച നിരീക്ഷിച്ചപ്പോൾ തന്നെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടൈഡൽ ഗേജുമായിട്ട് നോക്കുകയാണെങ്കിൽ അതുമായി പുത്തൻവേലിക്കരയിലെ വെള്ളപ്പൊക്കത്തിന് നമുക്ക് നേരത്തെ തന്നെ പ്രവചിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെല്ലിംഗ്ടൺ ഐലൻഡിലെ ടൈഡൽ ഗേജ് മാക്സിമം എത്തുന്ന സമയം ഇത് കഴിഞ്ഞിട്ട് ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞാണ് പുത്തൻവേലിക്കരയിൽ മാക്സിമം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ 45 മിനിറ്റാണ് ശരിക്കും ഒരു വേടി വാണിക്കൊടുക്കാൻ മാക്സിമം കിട്ടുന്ന ഒരു സമയം. ഇതുപോലെ തന്നെ പല രീതിയിൽ ഇപ്പോൾ വെല്ലിംഗ്ടൺ ഐലൻഡ് 1.2 മീറ്റർ കയറി കഴിഞ്ഞാൽ പുത്തൻവേലിക്കൽ അത് വെള്ളം കയറുന്ന ഒരു നമുക്ക് പറയാൻ സാധിക്കും. വെല്ലിംഗ്ടൺ ഐലൻഡ് അത് ഇത്രയും കമ്പാരിറ്റീവ് ഡിഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അപ്പോൾ ഇത് എങ്ങനെ എത്രമാത്രം ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ വേലിയേറ്റത്തിൻ്റെ കണക്കുകൾ വെച്ചുകൊണ്ട് അതിൻ്റെ ഉയരത്തിൻ്റെ തോത് എത്രയാണ്,
അത് എത്രമാത്രം ശക്തമായിട്ടാണ് കയറുന്നത് തുടങ്ങിയിട്ട് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് എന്തൊക്കെ രീതികളിൽ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. പ്രത്യേകിച്ച് വീടുകളിലേക്ക് വെള്ളം കയറുന്നത്, പറമ്പുകളിലേക്ക് വെള്ളം കയറുന്നത് കുറയ്ക്കില്ല, എന്ത് തരത്തിലുള്ള നിർദ്ദേശങ്ങളോ എന്ത് തരത്തിലുള്ള പരിഹാര മാർഗങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രശ്നം ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലത്തിൽ ഇതെല്ലാം അൺസർട്ടൺ ആകും, അനിശ്ചിതത്വമാകുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലത്ത് നമ്മുടെ അറിവുകൾ അതിൽ നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ പലതും അതിനെല്ലാം പലതരത്തിലുള്ള അൺസർട്ടനിറ്റീസ് ഉണ്ട്. കാരണം മാറ്റങ്ങൾ അതിൻ്റെ തോത് വളരെ വലുതാണെന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് വിചാരിക്കുന്നു അടുത്ത വർഷം കയറാൻ സാധ്യതയുള്ള ഒരു വാല്യൂ ഇതാണെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ ഉയരത്തിൽ മാറുന്നു, അതിനേക്കാൾ കൂടുതലായിട്ട് വരും, ചിലപ്പോൾ അതിൻ്റെ അടുത്ത് എത്താതെ വരും. ഈ അൺസർട്ടനിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് അൺസർട്ടനിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതിനെങ്ങനെ നമ്മൾ ഡിസൈനിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം നേച്ചറിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള അതിൻ്റെ ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് ഈ അൺസർട്ടനിറ്റിയാണ്. നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി തരുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രകൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗത്തെ മനസ്സിലാക്കുക, അൺസർട്ടനിറ്റിനെ മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞ പ്രകൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ ഇന്നത്തെ പല പഠനങ്ങളും നോക്കിയാലും ഇപ്പോൾ IPCC റിപ്പോർട്ടുകൾ നോക്കിയാലും ഒക്കെ തന്നെയുള്ള ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ സ്ഥലത്തും എത്രമാത്രം ഒരു പ്രത്യേക വിഷയം ബാധിച്ചിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ഡാറ്റബേസ് ഉണ്ടാകും. ഇപ്പോൾ ഗ്ലോബൽ ഡാറ്റ എടുത്തിട്ട് അഡൽട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എത്രയുണ്ടെന്ന് വെച്ചാൽ, പക്ഷേ ഇതേ ശാസ്ത്ര സാങ്കേതികത പറഞ്ഞിരിക്കുന്നത് 1200 എത്ര ഏരിയ ഇടപെടാൻ വേണ്ടി. ഈ കൺഫ്യൂഷൻ അതായത് എന്തുകൊണ്ട് ഇന്നത്തെ പറയാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ഒരു 50 വർഷം കഴിഞ്ഞിട്ട് പറയാൻ പറ്റും? കാരണം ആൻസറിനുള്ള പേടികൊണ്ടാണ് ഇന്നത്തെ കാര്യം പറയാത്തത്. ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞാലുള്ള പ്രശ്നം അത് തെറ്റാണെന്ന് പറയാൻ 20,000-30,000 കോടി ആൾക്കാരുണ്ട്, അത്രയധികം ആൾക്കാരുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ കയറിയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറിയിരുന്നു നിങ്ങളുടെ ഡാറ്റ തെറ്റാണെന്ന് പറയാനായിട്ട് 1700 കാര്യം പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല തെറ്റാണോ ശരിയാണ്. 2700 കാര്യം പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല തെറ്റാണോ ശരിയാണോ. പക്ഷെ ഇന്നത്തെ പറഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ ഇത്രയും പേരുടെ വീട്ടിൽ വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ അത് തെറ്റോ ശരിയാണ്, ഇന്ന ആൾക്കാരുടെ വീട്ടിൽ വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ അത് തെറ്റോ ശരിയെന്ന് പറയാനുള്ള സംവിധാനം നോക്കി. ഈ പേടികൊണ്ടാണ് ശാസ്ത്രം പോലും ഇത് പറയാൻ പറ്റുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ അഡ്രസ് ചെയ്യുന്നത്? ശാസ്ത്രം പേടിക്കുക, ശാസ്ത്രത്തിന് പേടിക്കുക, കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുന്ന തെറ്റാണ്. അപ്പൊ ഈ അൺസർട്ടനിറ്റിയോട് ശാസ്ത്രത്തിന് ഏറ്റവും സൗന്ദര്യമുള്ള വിഷയം കാരണം അതിനെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പേടിയുള്ള കാര്യം. അത് തെറ്റായി പോകും, ഞാൻ പറഞ്ഞത് തെറ്റായി മാറും അതിനുള്ള പേടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും പ്രസക്തമുള്ള സമയമാണ്. അപ്പോൾ IPCC റിപ്പോർട്ടുകൾ ഏറ്റവും പോരായ്മയായിട്ട് പറയുന്നത് ജനകീയമായ ഇൻഡിജിനസ് ആയിട്ടുള്ള നോളജിനെ അത് സ്വാംശീകരിക്കാൻ പറ്റുന്നില്ല. ശാസ്ത്രത്തിന്റെ അറിവ് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പല വഴികളിലൂടെയാണ് വന്നിട്ടുള്ളത്. തന്നെ ഇത് ഈ നോളജിനെ ജനങ്ങളിലുള്ള നോളജിനെ എങ്ങനെയാണെന്നുള്ള സയന്റിഫിക് നോളജിലേക്ക് ഈ സയന്റിഫിക് കമ്പ്യൂട്ടർ നോളജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ നോളജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മീഡിയേറ്റേഴ്സ് ഇല്ല. കാരണം ജനങ്ങൾ പറയുന്ന കാര്യം സാധാരണ ഒരാൾ പറഞ്ഞാൽ സയൻസിന് മനസ്സിലാവില്ല, സയൻസിന് പറയുന്ന കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ ഒരു അയൺ മോഡ് പലപ്പോഴും ഇതിന്റെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധി ഉണ്ടാക്കാം, പരിഹാരങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കാം. പലപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഫ്ലോപ്പാണ്, പല പ്രശ്നം അത് അതിന്റെ ഉദ്ദേശകാലം എത്തിയില്ല മനസ്സിലാക്കുന്നത് ഇംപ്ലിമെന്റേഷന് ശേഷം. അതിന് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മോണിറ്ററിംഗ് സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ജനങ്ങളുമായി ചേർന്ന് നടക്കുന്ന എക്സ്പെരിമെന്റ് അത് എപ്പോഴൊക്കെ പരാജയപ്പെടുന്നു, നമ്മുടെ എക്സ്പെരിമെന്റ് എപ്പോൾ പരാജയപ്പെടുന്നു അപ്പം തന്നെ ജനങ്ങൾക്ക് പറയാനുള്ള സംവിധാനം ഒപ്പം വരികയാണ്. നിങ്ങൾ ചെയ്ത് നമ്മൾ ചെയ്ത് തെറ്റി, നമുക്ക് എവിടെ തെറ്റി പറ്റില്ല, അതിന് തിരുത്താൻ അതിനെ തിരുത്തണം എന്നുള്ള ചിന്തയിലേക്ക് വരിക. മാത്രമല്ല വോൾ ബ്രേക്കിങ്ങിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ കാണുന്ന 2 പെൺകുട്ടികൾ, അരുന്ധതി ദേവനന്ദി. നിങ്ങൾ ആ ഡോക്യുമെന്ററിയിൽ കാണുന്നത് ഇവർ രണ്ടും തന്നെ കുറെ കൊല്ലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ജനങ്ങളുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സയൻസ് ഒരു ജേർണിയുടെ ഭാഗമാണ്. ഇവർ രണ്ടുപേരും കഴിഞ്ഞ കൊല്ലം ഒരു
യുണൈറ്റഡ് നേഷൻസ് ഫൗണ്ടേഷൻ്റെ വൈസായി ക്യാമ്പിൽ പങ്കെടുക്കുകയും ഏകദേശം 100ഓളം ഏഷ്യയിലെ പല രാജ്യങ്ങളിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നുള്ള പെൺകുട്ടികളോട് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. സധൈര്യം അവരെല്ലാവരും മനസ്സിലാക്കുന്ന അമ്പരപ്പെട്ടു പോയ ഒരു ഭാഷയിൽ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ സാധ്യമാണ്. ഒരു സയൻസ് എന്നുള്ളത് വളരെ ചുരുക്കം ചിലരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ള അനുഭവം കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വാൾ ബ്രേക്കിംഗ് വളരെ എളുപ്പത്തിൽ നടക്കാവുന്നതാണ്. വാൾ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഡാറ്റ മോണിറ്ററിങ്ങിനപ്പുറം പരിഹാരങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വീടുകളെല്ലാം പതുക്കെ തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വാൾസ് ആർ ബ്രേക്കിംഗ്, കൊറോഡിങ്. കാരണം കയറുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ സാധാരണ വെള്ളമല്ല, ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളം നിരന്തരമായി കയറിക്കൊണ്ടിരിക്കുമ്പോൾ അത് പതുക്കെ സ്ട്രക്ചറൽ ആയിട്ടുള്ള കൊറോഷനും ഡീസ്റ്റെബിലിറ്റിയും കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യം പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ഒരു പ്രശ്നം എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. കാരണം പല വീടുകളും ആൾക്കാർ അവരവരുടെ ഒരു ജീവിതം മുഴുവനുള്ള സമ്പാദ്യം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള വീടുകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ചിന്ത വിധിച്ചപ്പോഴാണ് സ്മിതയുടെ ഗവേഷണത്തെക്കുറിച്ചും അവർ വികസിപ്പിച്ചെടുത്ത കഴിഞ്ഞ 12 കൊല്ലത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഫലമായി വികസിപ്പിച്ചെടുത്ത ഒരു മെറ്റീരിയൽ നമ്മൾ അറിയുന്നത്. ഇതാണ് അവിടുത്തെ വീടുകളുടെ ഒരു സ്ഥിതി. ഉപ്പുവെള്ളം കയറി വീടുകൾ ഏകദേശം ഈ അവസ്ഥയിലാണ്. ഇത് ഒരു വീടല്ല, അത് ഏകദേശം നേരത്തെ പറഞ്ഞത് 20,000-ഓളം വീടുകളുണ്ട് എറണാകുളത്തിൻ്റെ തീരപ്രദേശത്ത്. അപ്പോൾ എന്താണ് ഈ ഒരു പുതിയ ഗവേഷണത്തിൻ്റെ ഒരു ഉദാഹരണമായി നമുക്ക് എല്ലാവർക്കും തീരുമാനിക്കുന്നത്? നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി അതിൻ്റെ സൊല്യൂഷൻസ് പറയുമ്പോൾ നമുക്ക് ബുക്കിലുള്ള അറിവ് one thing that definitely you should have a fundamental knowledge on it, but how to apply that knowledge, translate that knowledge which will be useful to the people, that is most important. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു ദിവസം ഡോക്ടർ മധു മുമ്പ് കണ്ട ഒരു വീട് കാണിച്ചിട്ട് പറഞ്ഞു, സ്മിത യു ഹാവ് എനി സൊല്യൂഷൻ ഫോർ ദിസ്? ഇവർക്ക് വീടുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരുടെ ഡേ ടു ഡേ ലൈഫ് ഇസ് ഗെറ്റിംഗ് എഫക്റ്റഡ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി പോയപ്പോൾ ആ ഒരു സ്ട്രക്ചറൽ ഡാമേജസും കാണാനുണ്ട്, നോൺ സ്ട്രക്ചറൽ ഡാമേജസും കാണാം. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ്. അതും ഇന്ത്യയിൽ ഐ തിങ്ക് മൈൻ വാസ് ദ ഫസ്റ്റ് PhD ഇൻ ദ ഏരിയ ഓഫ് ടെക്സ്റ്റൈൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. അത് നോൺ കൊറോസീവ്നെസ് എന്നുള്ള ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. അത് കാരണം ഐ കുഡ് directly relate to what Vinod was mentioning about. And ഇങ്ങനത്തെ ഈ tidal flood affected regions why can't we try out this use of textile reinforced concrete, even though it is not yet tried out elsewhere across the globe. That is where we connected with Equinor. And I know all of you also will be very new to this material, so I will just introduce this material to you so that you get an awareness. Maybe at some point in time you can also think there is something existing which our big research organizations have done which may be useful at some point in time. So generally conventionally നമ്മുടെ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ സിമെന്റ്, സാൻഡ്, കരിങ്കല്ല്, വാട്ടറാണ്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കോമ്പിനേഷനിലാണ് അങ്ങനെ കുറേ പോർസ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് വാട്ടർ പെനിട്രേഷൻ ഇസ് എ പ്രോബ്ലം. ആൻഡ് വാട്ടർ പെനിട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കമ്പിയെല്ലാം പുറം ഇല്ല. സോ അത് കാരണം അതിൻ്റെ മൈക്രോ സ്ട്രക്ചർ വെരി ഡെൻസ് ആണ്. അപ്പോൾ ഇത് ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ ഇംപെർമിയബിൾ ലെയർ. സോ വാട്ടർ പെനിട്രേഷൻ നമുക്ക് സിഗ്നിഫിക്കൻ്റ്ലി ഇംപെർമിയബിൾ എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ഇതിൻ്റെ വാല്യൂസ് നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. So I was just mentioning to them, we have a material which can prevent the water entry to the cementitious system. ഈ നോൺ കൊറോസീവ് നേച്ചർ ഉള്ളതുകൊണ്ട് നമുക്ക് തിൻ ആയിട്ടുള്ള എലിമെന്റ്സ് കൊണ്ടുവരാം. അപ്പോൾ കൊറോഷൻ കാരണമാണ് നമ്മൾ സാധാരണ സ്ട്രക്ചറൽ എലിമെന്റ്സിലേക്ക് തിക്നെസ് വലുതായി മാറുന്നത്. സോ അത് കാരണം നമ്മുടെ വെയിറ്റ് ഓഫ് ദി സ്ട്രക്ചർ ഇസ് ഓൾസോ ഇൻക്രീസിങ്. സോ എസ്പെഷ്യലി ദി സിംപ്ലസ്റ്റ് വേ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ടെക്സ്റ്റൈൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വാട്ട് യു ക്യാൻ തിങ്ക് ഇൻ ദിസ് പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ഇസ് എ പ്ലാസ്റ്റർ. So normally നമ്മൾ എല്ലാ വീടും പ്ലാസ്റ്റർ ചെയ്യും. So the simpler plaster if you can replace with textile reinforced concrete, we felt its effect will be significant, and that is what we are planning to try out also. അത് ഒരു ആസ്പെക്ട്. വേറൊരു ആസ്പെക്ട് ഗ്രൗണ്ടിൽ നിന്നുള്ള വാട്ടർ പെനിട്രേഷൻ. ഇവിടെ നിങ്ങൾ what you have to understand it is not a mere water.
other recommendations പറയുന്നതെല്ലാം use water which is drinkable by creating a concrete manner. ഇപ്പോൾ നോർമൽ ഒരു വാട്ടറിൻ്റെ സോൾട്ട് കണ്ടന്റ് ഇസ് ഓൺലി 0.2 to 0.3 ppb എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം അപ്രോക്സിമേറ്റ്ലി വാട്ടർ എടുത്താൽ അതിൽ ഇറ്റ് വിൽ ബി ഓൺലി 0.2 gram of salt present in it. But ഇങ്ങനത്തെ ഏരിയയിലൊക്കെ നിങ്ങൾ പോയി നോക്കുമ്പോൾ യു ഹാവ് അറൌണ്ട് 30 to 50 ppb of salinity. അപ്പോൾ 1 കിലോഗ്രാം എടുത്താൽ യു ഹാവ് അറൌണ്ട് 35 gram. സോ അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്ട്സ് ഓൾസോ യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ. സോ ഇതിൽ യു ഹാവ് ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് concrete, textile reinforced concrete can create an impermeable layer compared to a conventional concrete. Next is it completely avoids the steel reinforcement. So ഇത് ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വൈ ഇറ്റ് ഈസ് കോൾഡ് എ ടെക്സ്റ്റൈൽ ഇസ് നമ്മൾ നോർമൽ ക്ലോത്ത് അണ്ടർഗോ ചെയ്യുന്ന വീവിംഗ് പ്രോസസ്സിലൂടെയാണ് ഒരു ഫൈബർ കടന്നു പോകുന്നത് ടെക്സ്റ്റൈൽ ഫോമിൽ വരാൻ വേണ്ടിയിട്ട്. So you can see a machinery which already you have seen in like Kanchipuram, ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് ആണ് ഇവിടെ. ഇതിലാണ് ഇങ്ങനത്തെ ടെക്സ്റ്റൈലുകൾ ഡെവലപ്പ് ആവുന്നത്. സോ ജനറലി ഗ്ലാസ്, കാർബൺ, അലാമിൻ ആൻഡ് സിൽവർ ആർ ദ ടെക്സ്റ്റൈൽസ് വിച്ച് വി ജനറലി കൺസിഡർ ഫോർ ദിസ് കൈൻഡ് ഓഫ് ടെക്സ്റ്റൈൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആപ്ലിക്കേഷൻസ്. ആൻഡ് ഒരു നമ്മുടെ എക്സ്റേ they were telling about health monitoring. Health monitoring is a very important domain in structural engineering nowadays. So, നമ്മുടെ X-ray what is happening inside the കണ്ടുപിടിക്കുന്ന പോലെ we can also see whenever we develop an advanced material, whatever we are thinking or whatever our intuition tells is right or wrong. So, അതിന് we have to go for advanced instrumentation techniques. അങ്ങനത്തെ ഒരു picture ആണ് നമ്മളിവിടെ കാണുന്നത്. It is called X-ray computed tomography. So, you can see how the textiles are appearing inside textile reinforced concrete. So, a particular concrete another, if you just apply load, it just breaks if there is no reinforcement. But if it is a textile reinforced concrete, you can see it keep on bending, then only break points comes. So, that is also an added advantage in many of the structural applications if we go for textile reinforced concrete instead of reinforced concrete. So, ഈ സയൻറ്റിഫിക്കായി ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് കോൺഫിഡൻസ് ബിൽഡിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വളരെ തിന്നായ മെമ്പർ കാരണം വി ഫീൽ സൈക്കോളജിക്കലി എഫ്രൈഡ് ടു സ്റ്റെപ്പ് ഓൺ ഇറ്റ് ഓൾസോ. സോ നമ്മൾ എപ്പോഴും ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ലൈക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രോജക്ട്സ് അസിസ്റ്റൻസും സ്റ്റുഡൻസും ഒക്കെ ഉണ്ടാവും. സോ വാട്ട് എവർ ദേ ഫീൽ ലൈക്ക് മാം വെദർ ഇറ്റ് വിൽ വർക്ക് ദാറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഐ ഓൾവേസ് യൂസ് ടു എൻകറേജ് ബിക്കോസ് ദാറ്റ് ഗിവ്സ് യു അനദർ സൊല്യൂഷൻ ഫോർ സം അതർ പ്രോബ്ലം. So that is one such instance where you can see a student wanted to just climb upon it and see whether it is breaking, how it's their failure pattern and so on. So these kind of confidence building things we can try out in the area where people wanted whether it will work or not, rather than telling scientifically or technically this is this number, that is that number. So it's just wanted to mention to you about that. And the confidence, the sustainability term, that is very important in today's context, but because we have to build a better tomorrow. So in particular textile reinforced concrete we can have almost 55% of cement reduction and total weight of the structure can be increased up to 85% compared to a normal conventional structure, reinforced concrete structure. So there are many other advantages technically speaking as well. Now, the salinity, coming back to salinity, where we are talking about the stability affected areas, and also the data which Sarjan sir was mentioning. Data is also very important because we don't know what is the kind of environment this kind of structures are standing on. So, what we generally do is we try to create the environment in our laboratory and see how the particular new material or whatever we are developing is performing. So, this is one such study through which we could see that textile reinforced concrete can be a better option in this kind of environment because we just varied the pH ranges to see how it is performing. Now with the data what they have collected, we can exactly create lab kind of things in their location itself and see how the actual performance is. So we already have a prototype model at our laboratory. Apart from that, we can also think to have a real demonstration of how this particular component or material performs in this kind of location. So that is one more point which is tried out very lesser way in today's context, but it can help to have a people-centered design solutions for many situations. Next is I wanted to mention about one technology. So I know we are not from the civil engineering domain, but still, one concrete structure
ഉണ്ടാക്കുമ്പോൾ you would have seen foam work, അതിലേക്ക് നമ്മൾ concrete pour ചെയ്യും, then only it forms to that shape. But ഈ ഒരു particular textile reinforced concrete, you can just customize it according to the shape which you want without using any of those kind of foam work. So ഈ ഒരു particular invention we have a patent also. So ഈ particular method വെച്ചിട്ട് if you want to create a corrugated shape, you can just create a rectangular shape and place that over a shape. It forms to that shape. So the formability of textile reinforced concrete is another unique feature which can be of use in many other situations. Our particular point we use that in canal lining, like trapezoidal item, circular item, even this kind of folded kind of feature, everything can be created if you choose the actual combination of textile and cementitious binder. And also for waterproofing. നമ്മുടെ വീടുകളിലൊക്കെ ടെറസിന് മേലെ waterproofing coated and weather coated എന്നൊക്കെ കേട്ടിട്ടുണ്ട്. But we use advanced chemicals for that. So we can completely avoid the use of chemicals if we go for this kind of textile reinforced concrete for waterproofing purpose. And decor, like the interior design, this kind of buildings can have TRC, like shelves, slabs, kitchen, everything can be made of this kind of TRC slabs because it is thermite proof as well as waterproof to some great extent. And wall tile. So again, this picture you can see, it is from a factory to then we have transferred our textile reinforced concrete technology. So again, they were just feeling that if what happens if one child climbs over it, whether it will break, because the thickness was only around 15 millimeter. So again, what we do at that time, even though technically you know the numbers, we have to just allow them to try out whatever they want to do and see how it is performing. And the reason that even I'm sure this easy to build kind of toilets also will be of great use to this kind of areas because idella panels are. So you can assemble the panels in the way which you want to adopt to that particular situation. അങ്ങനത്തെ ഒരു 3 examples ആണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഇതിലെല്ലാം എല്ലാ പാനൽസും textile reinforced concrete ആണ്. Only 2 people are needed to complete this full structure. So in COVID context, makeshift hospital TRC toilets and also these two are another different types. So this can be customized and tailor-made according to your requirement. So what we are telling is you don't have to adopt anything as it is. You tell us what you want, we will customize and give it to you. That way also this can be taken forward. Boundary wall. Like boundary wall can be extended as a sea wall or crash barrier and so on. So we have basic know-hows which can be applied for any these situations to tackle non-corrosive environment. Whenever we talk about a panel, what is the greatest, maximum possible with the panel construction? Example another. So either 15 days to complete the structure and only by using textile reinforced concrete panels. So it's not only a plaster of flooring element, it can also be considered as panels for constructing residential buildings or any other kind of buildings. So we have tried out only up to single story building by one of our licensee who has created the technology from SCRC. And also they have constructed one guest house in 4 days using this TRC panels, and you can see the finish, how it has come at the end. So aesthetics also can be taken care appropriately if we use it correctly. And I come from Chennai, so we have a Mahabalipuram in Salanda. It is a seashore and we have a resort over there. So in one of the resort, this textile reinforced concrete is being used for as payments and rainwater draining because they were seeing a lot of corrosion happening to the conventionally used steel reinforced concrete structures. So now initially they were very resistant because this is not about earth. They don't know anything about textile reinforced concrete, but demonstration has created the confidence to go forward for replacing whatever they were using in steel reinforced concrete with textile reinforced concrete. Next, water area. So easiness in fabrication and speed of construction is another unique selling point. And wastewater treatment plant. Only because it can withstand severe environments, its applicability is also suitable as a wastewater treatment plant. This we have implemented in Pune and Jhansi. And recently stormwater drain. Like I'm sure
fast. How can we achieve this target? We have to go for prefabrication technologies. So textile reinforced concrete prefabricated nutrients also are available to tackle this kind of climatic related problems with stormwater point of view. Masonry strengthening, like not only as a plaster, but it can also provide a structural resistance if you use this textile reinforced concrete as a repair and retrofitting material. So coming back to this coastal climatic resilience, see, according to the latest survey, I think 7,500 kilometers has been changed to 11,098 kilometers. So we have more opportunity to tackle coastal related matters. So why could we use the textile reinforced concrete and plywood, whether it can be of use to solve some of the problems that is being faced today. So that is why we wanted to demonstrate, and I believe this will be a forum for this initiation, and let us see what else we can do. So and also one more thing I wanted to say is also there was a demand to use waste fishing net for any of the construction projects. So considering the circular economy, and it is a totally unorganized structure as of now, waste fishing net. So fishermen they just throw away the used nets and come back. Because of that, ocean pollution, the waste fishing nets have become one of the major contributors of pollution. So nonetheless, we try to hybridize waste fishing net as it is. We cannot use in any construction product. But is there a better way to use it? That is one of the points what we thought about while developing textile reinforced concrete. And we hybridized this waste fishing net with glass textile. So in 4 layer of glass textile, we can use 2 layer of glass textile and 4 layer of waste fishing net. So that waste fishing net also we have made it into a usable form. Another product another stormwater drain. So we in the area fishermen we can bring an organized culture or organized sector of job for this kind of people if we go. We are willing to adopt this kind of innovations. So I think this is what I would like to point out here in this forum. ഇടമുണ്ടല്ലോ CSI SCRC നമ്മൾ സ്റ്റഡി ടൂറൊക്കെ പോകുന്ന പോലത്തെ സ്ഥലം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്ന പരിഹാരത്തിൻ്റെ സാധ്യതകളൊന്നും തന്നെ കാണില്ല. ഇപ്പോൾ സ്മിത പറഞ്ഞ ഈ ടെക്സ്റ്റൈൽ റെയിൻഫോഴ്സ് കോൺക്രീറ്റിൻ്റെ അതിൻ്റെ സാധ്യതകൾ നമുക്ക് മനസ്സിലായതും അതിൻ്റെ ആവശ്യം നമുക്ക് ബോധ്യപ്പെട്ടതും എന്തുകൊണ്ടാണ്? അതിൻ്റെ ആവശ്യക്കാർ നമ്മുടെ മുന്നിൽ വന്നതുകൊണ്ട് കൂടിയാണ്. ആ വെള്ളം കയറിയ നാരായണചേട്ടൻ്റെ വീടും ആ വഴി കൂടെ പോകുന്ന കുട്ടികളുടെയും ദുരിതം നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അത്തരത്തിലൊരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമ്മുടെ മുന്നിലിരുന്ന് അവരുടെ ജീവിതത്തിന് കാലാവസ്ഥ വ്യതിയാനം എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അവിടുത്തെ ജനങ്ങളെല്ലാം കൂടി ചേർത്ത് എടുത്തിട്ടുള്ള ഡാറ്റയുടെ കണക്കുകൾ നമ്മുടെ സമക്ഷം വന്നതുകൊണ്ടാണ്. ഇതാണ് പീപ്പിൾ സെൻറ്റേർഡ് ക്ലൈമറ്റ് സൊല്യൂഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി. ഇവിടെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ പീപ്പിൾ സെൻറ്റേർഡ് ക്ലൈമറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് പ്രസക്തി കിടക്കുന്നത്. ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ പല സ്ഥലത്തായിട്ട് പല ഗവേഷകർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നപരിഹാരങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അത് ഒരു ആളുടെ ജീവിതത്തിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന സൊല്യൂഷനിലേക്കുള്ള പാത നമ്മളുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയുമ്പോഴാണ്